അഡിക്ഷൻ അവെയർനെസ് ആൻഡ് റിക്കവറി മാസ്റ്റർ ക്ലാസ് എന്ന ഈ കോഴ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ കലീൽ. ഈ കോഴ്സിൽ ഈ ഒരു യാത്രയിൽ നമ്മൾ ഒരുമിച്ചൊരു യാത്ര തുടങ്ങുകയാണ്. നിങ്ങളും ഞാനും നമ്മൾ പലതിനൊക്കെ അഡിക്റ്റഡ് ആയിരിക്കും. നമ്മെ തിരുത്താനും മറ്റുള്ളവർക്ക് മാതൃകയാവാനും അവരെ റെക്കമെൻഡ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ലഹരി വിരുദ്ധ ദിനത്തിൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ ഞാൻ തീരുമാനിച്ചത്. ലഹരി അല്ലെങ്കിൽ അഡിക്ഷൻ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യമായി വരുന്നത് എന്താണ്? ചിന്തിക്കൂ, എന്താണ് നിങ്ങളുടെ മനസ്സിലേക്ക് ലഹരി എന്ന് പറഞ്ഞപ്പോൾ വന്നത്? മദ്യമാണോ? മയക്കുമരുന്നാണോ? MDMA ആണോ? സിഗരറ്റ് ആണോ? അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പോലും നിയന്ത്രണം നഷ്ടപ്പെട്ടൊരു വ്യക്തിയാണോ? പലരും കരുതുന്നത് ലഹരി വളരെ മോശം ആൾക്കാർക്ക് മാത്രം ഉണ്ടാവും ഒന്നാണ് എന്നാണ്. അതൊരു വെറും തെറ്റിദ്ധാരണയാണ്. ആര് വേണമെങ്കിലും ഈ ലഹരി ബാധിക്കാം. ഒരു മികച്ച വിദ്യാർത്ഥിയെ, ഒരു ഡോക്ടറെ, ഒരു എൻജിനീയറെ, ഒരു അധ്യാപകനെ, അപ്പോൾ ഈ ഒരു കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യരെ കുറ്റപ്പെടുത്താൻ വേണ്ടിയല്ല, മറിച്ച് ലഹരിയെ മനസ്സിലാക്കാനും അത് തടയാനും പഠിക്കാനുമാണ്. നമുക്ക് തുടങ്ങാല്ലേ? വാട്ട് ഈസ് അഡിക്ഷൻ? എന്താണ് ലഹരി? എന്താണ്? ഒരു വ്യക്തി അത് ദോഷകരമാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടും വീണ്ടും വീണ്ടും ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് ലഹരി എന്ന് പറയുന്നത്. ഒരിക്കൽ കൂടി പറയാം. ഒരു വ്യക്തി അത് ദോഷമാണെന്ന് അറിഞ്ഞിട്ടും വീണ്ടും വീണ്ടും ഉപയോഗിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് എന്ത്? ലഹരി. ഇപ്പോൾ ഒരു കാർ ഓടിക്കുന്നതായിട്ടൊന്ന് ചിന്തിക്കുക. സാധാരണ നിങ്ങളുടെ തലച്ചോറ് എന്താണ്? ഡ്രൈവറാണ്. എപ്പോൾ നിർത്തണമെന്ന് അത് തീരുമാനിക്കും. പക്ഷേ ലഹരി വന്നാൽ സ്റ്റിയറിംഗ് മറ്റാരോ പിടിച്ചെടുക്കുന്നത് പോലെയാണ്. ഇപ്പം നിങ്ങളുടെ അടുത്തൊരു കുട്ടി ഇരിക്കുന്നുണ്ട്. ആ കുട്ടിയുടെ കയ്യിൽ നിങ്ങൾ സ്റ്റിയറിംഗ് കൊടുത്താൽ എന്തായിരിക്കും അവസ്ഥ? ഡ്രൈവിംഗ് അറിയാത്ത ഒരാളടുത്ത് സ്റ്റിയറിംഗ് കൊടുത്താൽ എന്തായിരിക്കും അവസ്ഥ? ആ ഒരവസ്ഥയാണ്. തലച്ചോറ് വീണ്ടും വീണ്ടും അതേ വസ്തുവിനെ ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ലഹരി ബാധിക്കുന്നത് കേവലം ഒരു സ്ഥലത്തൊന്നല്ല. നമ്മുടെ തലച്ചോറിനെ, നമ്മുടെ ശരീരത്തെ, നമ്മുടെ കുടുംബത്തെ, നമ്മുടെ പഠനത്തെ, നമ്മുടെ ജോലിയെ, നമ്മുടെ സാമ്പത്തിക സ്ഥിതിയെ, നമ്മുടെ മാനസിക ആരോഗ്യത്തെ എല്ലാം ബാധിക്കുന്ന ഒന്നാണെന്ത്? ലഹരി. ഇന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് സബ്സ്റ്റൻസ് യൂസും സബ്സ്റ്റൻസിൻ്റെ ഉപയോഗം, പിന്നെ അബ്യൂസ്, ദുരുപയോഗം ആൻഡ് അഡിക്ഷൻ, ലഹരി. ഇവ തമ്മിലുള്ള വ്യത്യാസം നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. എന്താണ് സബ്സ്റ്റൻസ് യൂസ്, ഉപയോഗം? ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു മരുന്ന് കഴിക്കണം. ആ മരുന്ന് കഴിക്കുന്നതിൽ നമുക്കൊരു നിയന്ത്രണമുണ്ട്. ഓക്കെ. ഇപ്പോൾ ഏതൊരു ഡോക്ടർ ഒരാളോട് പണ്ട് പറഞ്ഞു, നീ ഒരു 2 പെഗ് മദ്യം ദിവസം കഴിച്ചോ, കുഴപ്പമില്ല, അത് വല്ല മദ്യപാനിയാണ്. അങ്ങനെ അയാൾ എന്ത് ചെയ്തു? ആ 2 പെഗ്ഗിൽ അത് ഒതുക്കി. അയാൾക്ക് നിയന്ത്രണം കിട്ടി. മനസ്സിലായില്ലേ? അതാണ് ഉപയോഗം എന്ന് പറയുന്നത്. അടുത്തത് ദുരുപയോഗമാണ്, മിസ്യൂസാണ്. ആവശ്യത്തിലേറെ അധികം മരുന്ന് ഉപയോഗിക്കുക. ഇപ്പോൾ ഒരു പാരസ്റ്റമോൾ ഒരാൾക്ക് നമ്മളിപ്പോൾ 650ൻ്റെത് 50 കിലോ തൂക്കമുള്ള ഒരാൾക്ക് കൊടുത്തു. അയാൾ എന്ത് ചെയ്യാണ്? പനി വിടാതെ കണ്ടപ്പോൾ 3-4 പാരസ്റ്റമോൾ എടുത്താൽ കഴിച്ചു. ആവശ്യത്തിലധികം ഉപയോഗിക്കുക. ഒരു ദിവസം ഒരാൾക്ക് ഒരു വേദന വന്ന്, അയാൾക്ക് ഇപ്പം അൾസറിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ട്. അയാൾക്ക് വേദന സഹിക്കാൻ പറ്റാത്തപ്പം അദ്ദേഹത്തിൻ്റെ അമ്മക്ക് എടുത്തു വെച്ച ബ്രൂഫൻ്റെ ഗുളിക എടുത്ത് കഴിച്ചു. പ്രശ്നം വഷളായി. ഇതിനെയൊക്കെ മിസ്യൂസാണ്. പിന്നെ സമ്മർദ്ദം ഒഴിവാക്കാൻ ഉപയോഗിക്കുന്നു. അവിടെ പ്രശ്നങ്ങൾ തുടങ്ങുന്നു. ഓക്കെ. ലഹരി എന്ന് പറയുമ്പോൾ എന്താണ്? ഇവിടെ ഒരു നിയന്ത്രണവും ഉണ്ടാവില്ല. നിയന്ത്രണം മുഴുവനും നഷ്ടപ്പെടുന്നു. നിർത്താൻ വിചാരിച്ചാലും കഴിയാത്തൊരവസ്ഥ. പിന്നെ ജീവിതം തന്നെ ഈ ലഹരിയെ ചുറ്റിപ്പറ്റി അങ്ങോട്ട് മാറും. ഇന്ന് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ ഏതെങ്കിലും ഒരു സാഹചര്യം എടുക്കുക. എന്തെങ്കിലും ഒരു സാഹചര്യം, ഒരു സിറ്റുവേഷൻ എടുക്കുക. അതിൻ്റെ ഉപയോഗം, മിസ്യൂസ്, ദുരുപയോഗം, അഡിക്ഷൻ, ലഹരിയിലേക്ക് മാറുന്നതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കുക. അപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ നിത്യം ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഫോണ്, അല്ലേ? ഈ ഫോണിപ്പോൾ നോക്കിയാൽ എനിക്കതിലിപ്പോൾ ChatGPTയിൽ ഈ കോഴ്സൊക്കെ നമ്മളിങ്ങനെ ഓരോന്ന് അസംബിൾ ചെയ്യുന്നത് അതുവഴിയാണ്. ഓക്കെ, അതൊരു ഉപയോഗമാണ്, അല്ലേ? പല കാര്യങ്ങൾക്കും നമുക്ക് നോക്കാം.
ബാങ്ക് കോൾ ചെയ്യാനൊക്കെ ഉപയോഗിക്കുക. അതൊരു ഉപയോഗമാണ്, അതാണ് യൂസ് എന്നാണ്. മിസ്യൂസ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ഫോൺ എടുത്ത് ഉപയോഗിക്കുകയാണ്, അത് ദുരുപയോഗമാണ്. അവിടെ ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്നലെ ഞാനിപ്പോൾ ഡ്യൂട്ടീൻ്റെ ഇടയിലൂടെയാണ് പുലർച്ചെ സമയത്ത് അപ്പോൾ ഫോൺ ഇത് ഷൂട്ട് ചെയ്യുന്നത്. കാരണം എനിക്കൊരു ചലഞ്ചാണ്, ഞാൻ ഇതൊന്ന് പൂർത്തീകരിക്കണം എന്നുള്ളത്. അപ്പോൾ കിട്ടിയ സമയം കൊണ്ട് നമ്മളേതായ രീതിയിൽ തന്നെ അടിച്ച് ഷൂട്ട് ചെയ്യണം. ഇത് അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് 24 മണിക്കൂറും ഫോണും തോണ്ടി നിൽക്കുക. ടോയ്ലറ്റ് അവിടുന്ന് തോണ്ടൽ, നമ്മൾ വേറെ ജോലി ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ഇത് തോണ്ടാതിരിക്കാൻ പറ്റില്ല, ഇതങ്ങോട്ട് മാറ്റി നിർത്താൻ പറ്റില്ല. ഇതിനെയാണ് അഡിക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡായിട്ട് പിന്നീട് ചർച്ച ചെയ്യുന്നതാണ്. ഓക്കെ, അടുത്തത് നമുക്ക് ഇതിനെക്കുറിച്ച് നമുക്ക് നാടുകളിൽ നിലനിൽക്കുന്ന ഒരുപാട് തെറ്റിദ്ധാരണകളും അതിൻ്റെ യാഥാർത്ഥ്യങ്ങളിലേക്കും ഒന്ന് പോവാം. ഒരു ഗെയിമായിട്ട് നമുക്ക് നിങ്ങൾ കളിച്ചാലോ? ഞാൻ കുറേ സ്റ്റേറ്റ്മെൻറ്റ് പറയാം. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യണം? അതിൻ്റെ യാഥാർത്ഥ്യം പറയണം. ആദ്യത്തേത്, ബലഹീനരായ ആൾക്കാർക്ക് മാത്രമാണ് ലഹരി അടിമപ്പെടുന്നത് എന്നുള്ളത്. എന്താണ് അതിൻ്റെ യാഥാർത്ഥ്യം? തീർച്ചയായിട്ടും നമുക്ക് വളരെ ശക്തരായിട്ടുള്ള ഒരുപാട് മനുഷ്യന്മാർ ലഹരിക്ക് അടിമപ്പെട്ടത് കാണാം. ആർക്കും എപ്പോഴും വേണമെങ്കിൽ ലഹരിക്ക് അടിമപ്പെടാം. അടുത്തത്, ഈ ലഹരി എപ്പം വേണമെങ്കിൽ നമുക്ക് നിർത്താം, തൽക്കാലം ഒന്ന് അടിച്ചു നോക്കാമെന്ന് വിചാരിക്കും. യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ പലർക്കും ചികിത്സയും സപ്പോർട്ടും ആവശ്യമാണ്. ഒരുപാട് മരുന്നുകളാണല്ലോ. ഇതിൽ മദ്യം കുറച്ചുകൂടി സുരക്ഷിതമാണ്. ഡോക്ടർമാരൊക്കെ പറയാറുണ്ട് ഒരു 2 പെഗ് അടിച്ചാൽ കുഴപ്പമൊന്നുമില്ല. യാഥാർത്ഥ്യം, മദ്യവും ശക്തമായിട്ടുള്ള ലഹരി വസ്തുവാണ്. തീർച്ചയായിട്ടും ഇന്ന് നിങ്ങളോട് പറയാനുള്ള ഒരു ആക്ടിവിറ്റി, നിങ്ങളുടെ നാട്ടിലൊക്കെ ഇതുപോലത്തെ ഒരുപാട് മിഥ്യാധാരണകൾ ലഹരിയെക്കുറിച്ചുണ്ടാവും. നിങ്ങൾ കേട്ട മിഥ്യാധാരണകൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ച് എഴുതി വെക്കാം. തീർച്ചയായിട്ടും ലഹരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തലച്ചോറിനെ ബാധിക്കുന്ന ഒരു രോഗമാണ്. എന്തുകൊണ്ടാണ് ലഹരിക്ക് അടിമപ്പെട്ട ഒരാൾക്ക് എളുപ്പത്തിൽ അത് നിർത്താൻ കഴിയാത്തത്? കാരണം എന്താണെന്നറിയോ? ഈ ലഹരി ഉപയോഗിക്കുന്നതിലൂടെ നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനത്തിൽ മാറ്റം വരുന്നുണ്ട്. വീണ്ടും വീണ്ടും ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ തലച്ചോറിലെ പ്രതിഫലന സംവിധാനത്തിൽ ഡോപ്പമിൻ കൂടുതലായി പുറത്തു വരുന്നു. പിന്നീട് നമ്മുടെ സാധാരണ ജീവിതത്തിലെ സന്തോഷങ്ങൾ കുറഞ്ഞതായി തോന്നുകയും ചെറിയ കാര്യത്തു നിന്നൊക്കെ സന്തോഷം കണ്ടെത്താൻ കഴിയാതെ വരികയും ലഹരിയിലേക്കുള്ള ആഗ്രഹം ശക്തമാവുകയും ചെയ്യുക. അതിനാൽ ഇത് വെറും മനക്കരുത്തിൻ്റെ ഒരു കുറവെന്ന് പറയാൻ പറ്റില്ല, ചികിത്സിക്കാൻ പറ്റുന്ന ഒരു ദീർഘകാല രോഗാവസ്ഥയാണ്. എന്നാൽ നല്ലൊരു വാർത്തയുണ്ട്, തലച്ചോറിനെ വീണ്ടും സുഖം പ്രാപിക്കാനുള്ള കഴിവ് നമുക്കുണ്ട്. ശരിയായ ചികിത്സയും പിന്തുണയും ആരോഗ്യപരമായിട്ടുള്ള ജീവിതശൈലിയും ഉണ്ടെങ്കിൽ ഈ വീണ്ടെടുപ്പ് സാധ്യമാണ്. ഇന്നത്തെ നിങ്ങൾക്ക് എനിക്ക് തരാനുള്ള അസൈൻമെൻറ്റ് എന്താണെന്നറിയാം? എന്താണ് ലഹരിയെക്കുറിച്ച് നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള നിർവചനം? ലഹരിയെക്കുറിച്ച് നിലനിൽക്കുന്ന ഒരു 5 മിഥ്യാധാരണകളും അതിൻ്റെ വസ്തുതകളും ഒന്ന് എഴുതുക. നിങ്ങൾ ലഹരിയിൽ നിന്ന് സംരക്ഷിക്കുന്ന 3 ആരോഗ്യപരമായ ശീലങ്ങൾ എന്തൊക്കെയാണ്? ഈ പറഞ്ഞ കാര്യങ്ങളിൽ, ഈ ലെസൺസിൽ നിന്ന് നിങ്ങൾ ജീവിതത്തിൽ കാഴ്ചപ്പാടിൽ മാറ്റം വരുത്തിയ ഒരു പാഠം ഏതാണ് എന്ന് എഴുതി വെക്കാം. ഓക്കെ, അഡിക്ഷൻ ആൻഡ് റിക്കവറി മാസ്റ്റർ ക്ലാസ്സിൻ്റെ 2ാമത്തെ മോഡ്യൂളിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ മോഡ്യൂളിൽ നമ്മൾ എന്തുകൊണ്ടാണ് ആൾക്കാർ ലഹരിയിലേക്ക് പോകുന്നത് എന്നതിനെക്കൊണ്ടൊന്ന് ചിന്തിക്കാൻ പോവുകയാണ്. എന്തുകൊണ്ട് അഡിക്ഷൻ ഒരാളിലുണ്ടാവുന്നു? നമ്മിലെ ബയോളജിക്കലും ജൈവശാസ്ത്രപരമായിട്ടും സൈക്കോളജിക്കലായിട്ടും മനഃശാസ്ത്രപരമായിട്ടും സാമൂഹികമായിട്ടുമുള്ള റിസ്ക് ഫാക്ടറുകൾ ഏതൊക്കെയാണ്? എന്തൊക്കെയാണ് നമുക്ക് സംരക്ഷണം നൽകുന്ന ഫാക്ടറുകൾ? നമുക്ക് തന്നെ ഈ ഒരു ലഹരി ഉപയോഗിക്കാനുള്ള റിസ്ക് എത്രമാത്രം ഉണ്ട് എന്നൊന്ന് പരിശോധിക്കുക. പിന്നെ ഇത് വരുന്നത് തടയാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാക്ടിക്കലായിട്ട് എന്തൊക്കെ നടപടികൾ സ്വീകരിക്കാം എന്നതൊക്കെയാണ് ഈ മോഡ്യൂളിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ലഹരി എന്ന് പറയുന്നത് ഒരു ബലഹീനതയല്ല. നമ്മൾ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്,
എന്തുകൊണ്ടാണ് ചിലർക്ക് മാത്രം ഈ ലഹരിയോടുള്ള അടിമത്തം വരുന്നത്? ഉത്തരം വളരെ വളരെ ലളിതമാണ്. ഒരു കാരണവുമില്ല. ഈ ലഹരിയോടുള്ള ഈ ഒരു ആസക്തി മനുഷ്യൻ രൂപപ്പെടുന്നത് ഒരുപാട് കാരണങ്ങൾ ഒന്നിച്ചു ചേരുമ്പോഴാണ്. 4 കാലുകളുള്ള ഒരു കസേരയെക്കുറിച്ചൊന്ന് ചിന്തിക്കുക. ഒരു കാല് ദുർബലമായി എന്ന് വെക്കുക, എന്നാലും ആ കസേര അവിടെ നിലനിൽക്കല്ലോ. എന്നാൽ 4 കാലുകളും ദുർബലമായാൽ എന്തായിരിക്കും പറ്റുക? അത് വീഴും. അതുപോലെ തന്നെയാണ് ലഹരിയും. നിരവധി അപകട ഘടകങ്ങൾ ഒരുമിച്ച് വരണം. എന്തൊക്കെയാണത്? ജീവശാസ്ത്രപരമായിട്ടുള്ളതുണ്ട്, മനഃശാസ്ത്രപരമായിട്ടുള്ളതുണ്ട്, സാമൂഹിക സാഹചര്യങ്ങൾ, വ്യക്തിപരമായിട്ടുള്ള തീരുമാനങ്ങൾ. ഒരു മനുഷ്യനും ലഹരിക്കടിമപ്പെട്ടവനായി ജനിക്കുന്നില്ല. ലഹരി ഒരു മനുഷ്യനിൽ ക്രമേണ വളർന്നു വരുന്ന ഒന്നാണ്. ഇന്നത്തെ നിങ്ങളുള്ളൊരു ചോദ്യം, നിങ്ങൾക്ക് തോന്നുന്ന ഒരു മനുഷ്യൻ ലഹരിക്കടിമപ്പെടുന്നതിന് മുമ്പ് കാരണമാകുന്ന ഒരു 3 കാരണങ്ങൾ എഴുതി വെക്കുക എന്നുള്ളതാണ്. ഇനി നമുക്ക് ജീവശാസ്ത്രപരമായിട്ടുള്ള അപകട ഘടകങ്ങൾ, ബയോളജിക്കൽ റിസ്ക് ഫാക്ടേഴ്സിനെ കുറിച്ച് കുറച്ച് സംസാരിക്കാം. ചില വ്യക്തികൾക്ക് ഈ ജീവശാസ്ത്രപരമായിട്ട് തന്നെ ഇതിനുള്ളൊരു അപകട സാധ്യത കുറച്ച് കൂടുതലുണ്ട് എന്ന് പറയാം. അതിനർത്ഥം അവർക്ക് തീർച്ചയായിട്ടും ലഹരിയോടുള്ള അടിമത്തം വരുമെന്ന് വിചാരിക്കരുത്. പക്ഷേ ഇത്തരം ആൾക്കാർക്ക് കൂടുതൽ ജാഗ്രത ആവശ്യമാണ്. നമുക്കറിയാം, ഒരുപാട് ലഹരിക്കടിമപ്പെട്ട രക്ഷിതാക്കൾ, കുട്ടികൾ, ചിലരൊക്കെ അതിൽ അടിമപ്പെടും. ഒരുപക്ഷെ രക്ഷിതാക്കൾ അതിലടിമപ്പെട്ട് കഴിഞ്ഞാൽ ഈ കുട്ടിക്ക് അടിമപ്പെടാനുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടെങ്കിലും ആ ലഹരി കൊണ്ട് ആ വീട്ടിലുണ്ടാക്കിയ അപകടങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് പല കുട്ടികളും അതിനെതിരെ നീങ്ങുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ വരാം. ആ കുട്ടി അതിൽ ജാഗ്രത പാലിച്ചതുകൊണ്ടാണ്. അപ്പോൾ എന്തൊക്കെ പ്രധാന ഘടകങ്ങളാണ് ഇതിലുള്ളത്? കുടുംബചരിത്രം, ജനിതകപരമായിട്ടുള്ള ഘടകങ്ങൾ, തലച്ചോറിൻ്റെ വളർച്ച, പ്രായം. നമ്മൾ മനസ്സിലാക്കണം, 25 വയസ്സ് വരെ നമ്മുടെ തലച്ചോറ് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് യുവാക്കളിലും കൗമാരക്കാരിലും കൂടുതൽ അപകട സാധ്യത നിൽക്കുന്നത്. ഇന്ന് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നറിയോ? നിങ്ങളുടെ ഒരു കുടുംബ ചരിത്രത്തിൻ്റെ ഒരു ഫാമിലി ട്രീ വരക്കുക. നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഈ ആൽക്കഹോൾ അഡിക്ഷൻ ഉണ്ടെങ്കിൽ അവിടെ എഴുതി വെക്കുക. പുകവലിക്കാരുണ്ട്, അത് എഴുതി വെക്കുക. മറ്റ് മരുന്നുകൾ കഴിക്കുന്ന ശീലമുണ്ടെങ്കിൽ അതും അവിടെ എഴുതി വെക്കുക. അത് നിങ്ങൾക്കൊരു സെൽഫ് അവെയർനെസ്, ആത്മ അവബോധം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. ഇനി നമുക്ക് സൈക്കോളജിക്കൽ അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള റിസ്ക് ഫാക്ടറുകൾ എന്തൊക്കെയാണ് എന്ന് പരിശോധിക്കാം. നമുക്ക് തോന്നുന്നുണ്ടോ ഓരോ മനുഷ്യൻ സന്തോഷം കണ്ടെത്താൻ വേണ്ടിയാണോ ലഹരി ഉപയോഗിക്കുന്നത്? തീർച്ചയായിട്ടും അതിനല്ല. മറിച്ച് അവൻക്കുള്ളിലുള്ള സങ്കടത്തെയും മറ്റു കാര്യങ്ങളും മറക്കാനാണ് ഇത് ലഹരി ഉപയോഗിക്കുന്നത്. എന്തൊക്കെ മാനസിക കാരണങ്ങൾ കൊണ്ടാണ് ഒരാൾ ലഹരിക്ക് കീഴടങ്ങുന്നത്? ഒന്ന്, മാനസിക സമ്മർദ്ദം കൊണ്ട് തന്നെ വരാം. വിഷാദം, ഉത്കണ്ഠ, ഏകാന്തത, ജീവിതത്തിലുണ്ടാകുന്ന ഒരുപാട് ആഘാതങ്ങൾ. പിന്നെ ആത്മവിശ്വാസത്തിൻ്റെ കുറവ്. താൽക്കാലികമായി കിട്ടുന്ന ഒരു ആശ്വാസം പിന്നീട് വലിയ പ്രശ്നമായിട്ട് മാറുകയാണ് ചെയ്യുക. ഇന്ന് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് അറിയോ? നിങ്ങളുടെ ജീവിതത്തിലെ സ്ട്രെസ്സിൻ്റെ ലെവൽ എത്രയാണ്? 1 മുതൽ 10 വരെയുള്ള സ്കെയിലിൽ ഒന്ന് അളക്കാം. ഈ സ്ട്രെസ്സ് കുറക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു 3 ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. അടുത്തത് നമുക്ക് ചർച്ച ചെയ്യുന്നത് സോഷ്യൽ ആൻഡ് എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സാണ്. സാമൂഹികവും പരിസ്ഥിതിയുമായിട്ടുള്ള കാരണങ്ങൾ. നമ്മുടെ ചുറ്റുപാടുകൾ തീർച്ചയായിട്ടും നമ്മുടെ തീരുമാനങ്ങളെ സ്വാധീനിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് അപകടകരമായിട്ടുള്ള കാര്യങ്ങൾ? ഇപ്പം നമ്മുടെ സുഹൃത്തുക്കൾ, അവരിൽ നിന്നുണ്ടാകുന്ന സമ്മർദ്ദങ്ങൾ. ലഹരിയൊക്കെ ഉപയോഗിച്ചില്ലേ, നീ എന്ത് ന്യൂജനാടാ, നീ എന്തൊരാളാടാന്നൊക്കെയുള്ള സമ്മർദ്ദങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഒരുപാട് പേര് അങ്ങനെ വീണ് പോകുന്നവരുണ്ട്. പിന്നെ ലഹരി എളുപ്പത്തിൽ ലഭിക്കുന്നൊരു സാഹചര്യം. ഇപ്പം നിങ്ങളെ വീട്ടിൽ തന്നെ വീട്ടിലെ സാഹചര്യത്തോട് ഉറപ്പിച്ചാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ ചിലപ്പോൾ അതിനുള്ള സാഹചര്യം ഉണ്ടാവില്ല. നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ഇടയ്ക്ക് എത്തിക്കഴിഞ്ഞാൽ അതിനുള്ള സാഹചര്യങ്ങൾ മാത്രമേ ഉണ്ടായി എന്ന് വരാം. സോഷ്യൽ മീഡിയ, നമ്മുടെ പാർട്ടി സംസ്കാരം,
പലപ്പോഴും ഒരാളെ ബർത്ത്ഡേ പാർട്ടിക്കൊക്കെ പോയിട്ട് അവിടെ നിന്ന് MDMA ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർ നമ്മൾ കാണാറുണ്ട്. കുടുംബത്തിലെ പ്രശ്നങ്ങൾ, അച്ഛനും അമ്മയൊക്കെ വഴുതി വിരിഞ്ഞ് പോയിട്ടുണ്ട്, കുട്ടികൾ അവിടെ പലപ്പോഴും ഇവിടെയൊക്കെ ആയിട്ട് നിൽക്കുന്ന പ്രശ്നങ്ങളുള്ള വീടുകൾ, പഠനത്തിൻ്റെ സമ്മർദ്ദങ്ങൾ. തീർച്ചയായിട്ടും നല്ല സുഹൃത്തുക്കൾ നിങ്ങളെ രക്ഷിക്കും, തെറ്റായ സുഹൃത്തുക്കൾ ജീവിതത്തെ നശിപ്പിക്കും. ഇന്ന് നിങ്ങൾക്ക് ചെയ്യാനുള്ള ഒരു ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ട്രാഫിക് ലൈറ്റ് പോലെ നമ്മളെ ഫ്രണ്ട്ഷിപ്പിൽ പലരെയും ഒന്ന് മാർക്ക് ചെയ്യാൻ പോവാം. നിങ്ങൾ ഫ്രണ്ട്ഷിപ്പ് സർക്കിളൊന്ന് മാർക്ക് ചെയ്യുക. നിങ്ങളെ പോസിറ്റീവായി സ്വാധീനിക്കുന്ന ഫ്രണ്ട്സ് ആരൊക്കെയാണ്? 1, ഗ്രീൻ സിഗ്നൽ അവിടെ എഴുതി വെച്ചോ. 2, ന്യൂട്രൽ, എങ്ങനെയൊക്കെ നമ്മളെ ജീവിതം അങ്ങനെ പോകുന്നു, ഇങ്ങനെ പോകുന്നു. യെല്ലോ സിഗ്നൽ. റെഡ്, നിങ്ങൾ നെഗറ്റീവായിട്ട് സ്വാധീനിക്കുന്ന ആൾക്കാർ, അഡിക്ഷനിലേക്ക് നിങ്ങളെ വഴിതിരിക്കും. നിങ്ങൾ വീട്ടിൽ പോയിരുന്ന് പഠിക്കാൻ വിചാരിക്കുമ്പോൾക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. എൻ്റെ കൂടെ ഗെയിം കളിക്കുക എന്ന് പറഞ്ഞ് വിളി വരുമ്പോഴേക്ക് നിങ്ങൾ അങ്ങോട്ട് വീണു പോകും. അങ്ങനത്തെ ഇൻഫ്ലുവൻസസ് ആരൊക്കെയാണ്? ഇനി നമ്മൾ കുറച്ച് പ്രൊട്ടക്റ്റീവ് ഫാക്ടേഴ്സ്, നമ്മളെ സംരക്ഷിക്കുന്ന ഘടകങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാം. തീർച്ചയായിട്ടും നമുക്ക് സംരക്ഷിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മളെ കുടുംബത്തിൻ്റെ പിന്തുണ, നല്ല സുഹൃത്തുക്കൾ, നമ്മൾ വ്യായാമം ചെയ്യുക, നല്ല സംഗീതം ആസ്വദിക്കുക, കായികപരമായിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇടപെടുക, വായന, ആത്മീയത, നമ്മുടെ ജീവിതത്തിൽ ലക്ഷ്യമുണ്ടായിരിക്കുക. ഇതൊക്കെ കൂടുതലായി കഴിഞ്ഞാൽ ലഹരിയുടെ സാധ്യത അവിടെ കുറഞ്ഞു വരികയാണ്. ഇന്ന് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഒരു 5 ആരോഗ്യപരമായിട്ടുള്ള പ്രവൃത്തികൾ നിങ്ങൾക്ക് സന്തോഷം കൊണ്ടുവരുന്നതായിരിക്കണത്. ഒരു ഡ്രഗോ ഒരു ആൽക്കഹോളോ ഉപയോഗിക്കാതെ ഈ സന്തോഷം കൊണ്ടുവരുന്ന ഒരു 5 പ്രവൃത്തികൾ എന്തൊക്കെയാണെന്നുള്ളത് എഴുതി വെക്കാം. ഇനി നമുക്ക് ലഹരി ഉപയോഗിക്കാനുള്ള അപകട സാധ്യത എത്രയാണ് എന്ന് തിരിച്ചറിയുന്ന ഒരു ടെസ്റ്റ് ചെയ്യാൻ പോവാം. യുവർ പേഴ്സണൽ റിസ്ക് അസസ്മെൻറ്റ്. സത്യസന്ധമായിട്ട് ഇതിന് നിങ്ങൾ ഉത്തരം നൽകണം കേട്ടോ. 1, കുടുംബത്തിൽ ലഹരിയുടെ ചരിത്രമുണ്ടോ? മാനസിക സമ്മർദ്ദം കൂടുതലാണോ? ഉറക്കം കുറവാണോ? ഏകാന്തത അനുഭവപ്പെടുന്നുണ്ടോ? ലഹരി ഉപയോഗിക്കുന്ന സുഹൃത്തുക്കളുണ്ടോ നിങ്ങൾക്ക്? ജീവിതത്തിൽ നോ എന്ന് പറയാൻ ബുദ്ധിമുട്ടുന്നുണ്ടോ? ലഹരി നിങ്ങൾക്ക് എളുപ്പത്തിൽ ലഭ്യമാണോ? ഈ പറഞ്ഞ ചോദ്യങ്ങൾക്ക് കൂടുതൽ യെസ് എന്നാണ് ഉത്തരമെങ്കിൽ നമുക്ക് ലഹരിയിൽ നിന്ന് സംരക്ഷിക്കാനുള്ള ഘടകങ്ങൾ ശക്തിപ്പെടുത്തുക എന്നുള്ളത് അത്യാവശ്യമാണ്. ഇന്നത്തെ ഒരു അസൈൻമെൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ഒരു പേഴ്സണൽ അഡിക്ഷൻ പ്രിവെൻഷൻ പ്ലാൻ ഉണ്ടാക്കുക എന്നുള്ളതാണ്. 1, ഈ പറഞ്ഞല്ലോ നമ്മൾ കുറേ കാര്യങ്ങൾ. അപ്പോൾ ബിഗ്ഗസ്റ്റ് റിസ്കുകൾ എന്തൊക്കെയാണ്? എൻ്റെ സ്ട്രെങ്ത്സ്, എൻ്റെ ശക്തി എന്തൊക്കെയാണ്? എന്താണ് എൻ്റെ സപ്പോർട്ട് സിസ്റ്റം? എനിക്ക് പിന്തുണ നൽകുന്ന, ലഹരി ഉപയോഗിക്കാതിരിക്കാൻ പിന്തുണ നൽകുന്ന സപ്പോർട്ട് സിസ്റ്റം എന്താണ്? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു 3 വ്യക്തികൾ ആരൊക്കെയാണ്? എനിക്ക് ലഹരിയോടുള്ള ആസക്തിയൊക്കെ വരുന്ന സമയത്ത് ഇതിനെ മറികടക്കാൻ സഹായിക്കുന്ന 5 ആരോഗ്യപരമായിട്ടുള്ള ശീലങ്ങൾ എന്തൊക്കെയാണ്? എനിക്ക് ആരെങ്കിലും ഒരാൾ ഒരു ലഹരി വസ്തു പ്രോമിസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്നുള്ള ഒരു എമർജൻസി പ്ലാൻ എന്താണ്? എഴുതി വെക്കുക. അഡിക്ഷൻ ആൻഡ് റിക്കവറി മാസ്റ്റർ കോഴ്സ് ക്ലാസ്സിൻ്റെ 3ാമത്തെ മോഡ്യൂളിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇനി നമുക്ക് സയൻസ് ഓഫ് അഡിക്ഷൻ, ലഹരിയുടെ ശാസ്ത്രം, തലച്ചോറിൽ എന്താണ് സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ചൊന്ന് പഠിക്കുക അല്ലേ? അങ്ങോട്ട് പഠിച്ചാൽ മതിയോ? പഠിച്ചത് നമ്മൾ അപ്ലൈ ചെയ്യണം, നമ്മൾ ഷെയർ ചെയ്യണം, നമ്മളെ രക്ഷപ്പെടുത്താൻ, നമ്മൾ സമൂഹത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഉപയോഗിക്കണം. ഈ ലോകത്തെ ഏറ്റവും ശക്തമായിട്ടുള്ള കമ്പ്യൂട്ടർ ഏതാണ്? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ ഉണ്ടായി വരുന്ന സംഭവങ്ങളാണോ? നോ 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 നോ. ലോകത്തെ ഏറ്റവും ശക്തമായിട്ടുള്ള കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ ഒന്ന് തലയിൽ കൈവെക്ക്. ഈ തലയോട്ടിക്കുള്ളിൽ കിടക്കുന്ന ഈ തലച്ചോറാണ്. ഒരു വ്യക്തി കുടുംബവും ജോലിയും ആരോഗ്യവും നഷ്ടപ്പെട്ടിട്ടും നമുക്കറിയാം എന്തുകൊണ്ട് ലഹരി ഉപയോഗിക്കുന്നത് നിർത്താൻ കഴിയുന്നില്ല.
എത്രയോ ആൾക്കാരുണ്ട്, മികച്ച ജോലി ഉണ്ടായിരുന്നു, വരുമാനം ഉണ്ടായിരുന്നു, നല്ല സാമ്പത്തിക സ്ഥിതിയായിരുന്നു, നല്ല അടിപൊളിയായിട്ടുള്ള കുടുംബം ഉണ്ടായിരുന്നു. ഇതിനെയൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് സ്ട്രീറ്റിൽ ലഹരി ഉപയോഗിച്ചുകൊണ്ട് ഒന്നുമില്ലാത്തവനായി ജീവിച്ച് അവസാനം ലഹരി കൊണ്ട് തന്നെ മരണമടഞ്ഞ ഒരുപാട് ലഹരിയുടെ രക്തസാക്ഷികളെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ ഉത്തരം എവിടെയാണ്? നമ്മുടെ തലച്ചോറിലാണ്. നമ്മുടെ തലച്ചോറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കണം, 86 ബില്യൺ നാഡീകോശങ്ങളുണ്ട്. എത്ര? 86 ബില്യൺ. നമ്മുടെ ഓരോ തീരുമാനവും, ഡിസിഷൻസ് ആരംഭിക്കുന്നത് നമ്മുടെ തലച്ചോറിലാണ്. സാധാരണയായിട്ട് നമ്മൾ തലച്ചോറിന് സാധാരണ സന്തോഷങ്ങൾ ലഭിക്കുന്നത് എന്തൊക്കെ കൊണ്ടാണ്? ഇപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഭക്ഷണം കഴിക്കുക, നമ്മൾ വ്യായാമം ചെയ്യുക, നല്ല ബന്ധങ്ങൾ നിലനിർത്തുക. പക്ഷേ ലഹരി വസ്തുക്കൾ എന്ത് ചെയ്യും? ഈ സ്വാഭാവികമായിട്ടുള്ള നമ്മുടെ തലച്ചോറിൻ്റെ സംവിധാനത്തെ അങ്ങ് ഹൈജാക്ക് ചെയ്യും, തട്ടിയെടുക്കും. അവ എന്തായും അസ്വാഭാവികമായിട്ടുള്ള വലിയ സന്തോഷങ്ങൾ സൃഷ്ടിക്കും. ക്രമേണ നമ്മുടെ തലച്ചോറിന് ലഹരിയില്ലാതെ ജീവിക്കാൻ കഴിയാത്ത ഒരവസ്ഥ വരും. ലഹരിയാണ് ജീവിതത്തിൻ്റെ എല്ലാം എന്ന് തെറ്റായി വിശ്വസിക്കുന്ന ഒരു സാഹചര്യം വരും. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്ക്, അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ തലച്ചോറ് മാറുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് സന്തോഷം നൽകുന്ന ഒരു 5 ഹെൽത്തി കാര്യങ്ങളൊന്ന് എഴുതി വെക്കുമോ? ഇനി നമുക്കിന്ന് ചർച്ച ചെയ്യാനുള്ളത് ഡോപ്പമിൻ, പ്രചോദനത്തിൻ്റെ രാസപദാർത്ഥത്തെക്കുറിച്ചാണ്. മോട്ടിവേഷണൽ കെമിക്കൽ. എപ്പോഴും ആരും മോട്ടിവേഷൻ ക്ലാസ് എടുക്കുമ്പോൾ ഒക്കെ പറയുന്നൊരു കാര്യമുണ്ട്. എന്താണത്? ഡോപ്പമിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷത്തിൻ്റെ ഹോർമോണാണ് എന്നാണ്. നോ 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 നോ. ഡോപ്പമിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രചോദനത്തിൻ്റെ രാസപദാർത്ഥമാണ്, മോട്ടിവേഷണൽ കെമിക്കലാണ്. നല്ല പ്രവൃത്തികൾ ആവർത്തിക്കാൻ അത് നമ്മെ പ്രേരിപ്പിക്കുന്നു. അപ്പോൾ എന്താ സംഭവിക്കുക? ഇപ്പോൾ ലഹരി വസ്തുക്കൾ അസാധാരണമായ രീതിയിൽ നമ്മുടെ ശരീരത്തിൽ ഈ ഡോപ്പമിനെ പുറത്തോട്ട് വിട്ടുകൊണ്ടിരിക്കും. അപ്പോൾ എന്താവും? ഈ ഡോപ്പമിൻ വന്നു കഴിഞ്ഞാൽ അത് വീണ്ടും 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 കിട്ടാനുള്ള ഒരാസക്തി ഉണ്ടാവും. അപ്പോൾ എന്താവും? ചെറിയ രീതിയിലൊക്കെ ഡോപ്പമിൻ ഉൽപ്പാദിപ്പിക്കുന്ന നമ്മുടെ ജീവിതത്തിലെ ദൈനംദിന കാര്യങ്ങൾക്കൊക്കെ ഇത് മനസ്സ് കൊടുക്കൂല. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ചിലപ്പോൾ നമുക്ക് ഡോപ്പമിൻ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്നതായിരിക്കും, നമുക്കത് രസം തോന്നൂല. സുഹൃത്തുക്കളുമായിട്ടൊക്കെ ഇടപഴകുന്നത് ചിലപ്പോൾ രസം നൽകുന്നുണ്ടാവും, ഡോപ്പമിൻ പിടിച്ചിട്ടുണ്ടാവും, നമുക്കതിനോട് താല്പര്യം കുറയും. ഒരുപാട് ഹോബികൾ ഉണ്ടായിരുന്നു നമുക്ക്, ആ ഹോബികളൊക്കെ ഉപേക്ഷിക്കുന്ന സാഹചര്യം ഉണ്ടാവും. ലഹരി മാത്രമാണ് എൻ്റെ സന്തോഷമെന്ന് തോന്നുന്നൊരവസ്ഥ ഉണ്ടാവും. ഇന്ന് നിങ്ങൾക്കോട് എനിക്ക് തരാനുള്ള ഒരു ആക്ടിവിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നേച്ചുറലായിട്ട് നമ്മളുടെ ശരീരത്തിൽ ഈ ഡോപ്പമിൻ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ എക്സസൈസ് ചെയ്തോ. നിങ്ങൾ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ദിവസം തന്നെ എന്തൊരു കാര്യം ചെയ്യാനുള്ള ഒരു എനർജി അത് സമ്മാനിക്കും. എന്തെങ്കിലും പുതിയൊരു കാര്യങ്ങൾ പഠിച്ചോ, എന്തൊക്കെ ചെയ്യാം നമുക്ക് അല്ലേ? ഒരു പുതിയ ഭാഷ പഠിച്ചോ. ഹെൽപ്പിംഗ് അതേഴ്സ്, നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുക. നമുക്ക് പ്രിയപ്പെട്ട വ്യക്തികളുമായിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാം. എന്തെങ്കിലും പാട്ടുകൾ കേൾക്കുക, ഇതൊക്കെ നമ്മൾ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കും. ടോളറൻസ്. എന്താണ് ടോളറൻസ്? ഇപ്പം നമുക്കൊരു ഉദാഹരണം, ഇത് ടോളറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ കുറച്ച് ലഹരി ഉപയോഗിക്കുക, അതിൽ നിന്ന് കുറച്ചൊരു സന്തോഷം കിട്ടും, ആ അനുഭവം പിന്നീട് ലഭിക്കാതെ പോകുന്നൊരവസ്ഥയാണത്. അതേ ഫലം ലഭിക്കണമെങ്കിൽ പിന്നെ കൂടുതൽ ഉപയോഗിക്കേണ്ടി വരിക. ഇതിനെയാണ് ടോളറൻസ് എന്ന് പറയുന്നത്. ഇത് അപകടകരമാണ്. കാരണം നമുക്ക് ഈ അളവ് കൂടുന്തോറും വിഷബാധയും മരണസാധ്യതയും വർദ്ധിച്ചു വരികയാണ്. എന്തുകൊണ്ടാണ് എന്തൊരു വസ്തുവിൻ്റെയും ഡോസ് ഇൻക്രീസ് ചെയ്ത് നമുക്ക് ഡേഞ്ചറസ് ആവുന്നത്? ഇതാണ് ഇന്നത്തെ ആക്ടിവിറ്റി. അതിനൊരു ഉത്തരം അവിടെ എഴുതി കേട്ടോ. കഴിഞ്ഞ ദിവസം നമ്മൾ ഹോസ്പിറ്റലിൽ വന്നൊരു പേഷ്യൻ്റാണ്. ആൽക്കഹോൾ ഉപയോഗമൊക്കെ നിർത്താൻ തീരുമാനിച്ചു. പക്ഷേ അദ്ദേഹം വളരെ ഉത്കണ്ഠയോടെയും നല്ല വേർത്ത് നല്ല
അങ്ങനെ കൈകളൊക്കെ ഇങ്ങനെ തരിച്ച് ഇറിറ്റബിളായിട്ട് വിഷാദത്തോടെ ഓക്കാനും ഒക്കെ ആയിട്ട് അവിടെ വരികയാണ്. അവരുടെ കൂട്ടത്തിൽ ആരൊരാൾ പറയുന്നുണ്ട്, ഡോക്ടറെ അത് മദ്യം കിട്ടാത്തത് കൊണ്ടാണ്, നമുക്ക് കൊടുക്കി മദ്യം. ക്രേവിങ് ഉണ്ടാവുന്നൊരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇതിനെ വിളിക്കുന്ന പേരാണ് വിത്ത്ഡ്രോവൽ സിംറ്റംസ്. ലഹരി നിർത്തുമ്പം ഉണ്ടാകുന്ന ഒരുപാട് ലക്ഷണങ്ങൾ. ലഹരി നിർത്തുമ്പം നമ്മുടെ തലച്ചോറ് എന്ത് ചെയ്യും? വീണ്ടും അതിന് മുമ്പ് കിട്ടിയിരുന്ന ആ ഒരു പ്ലഷറബിൾ അവസ്ഥയിലേക്ക് നിലനിൽക്കാനും മടങ്ങാനും വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കും. അപ്പോൾ കാണുന്ന ലക്ഷണങ്ങളാണ് ഇവ എന്ന് പറയുന്നത്. എന്തൊക്കെ ലക്ഷണങ്ങൾ? ഉത്കണ്ഠ, വിറയൽ, വിയർപ്പ്, ഉറക്കക്കുറവ്, അസ്വസ്ഥതകൾ, വിഷാദം, ലഹരിയോടുള്ള ശക്തമായിട്ടുള്ള ആഗ്രഹം അല്ലെങ്കിൽ ക്രേവിങ്. ചില ലഹരി വസ്തുക്കൾ പെട്ടെന്ന് നിർത്തുന്നത് അപകടകരമായതിനാൽ ഇക്കാര്യത്തിൽ ഡോക്ടറുടെ നിർദ്ദേശം ആവശ്യമാണ്. തീർച്ചയായിട്ടും നമുക്ക് ഇന്ന് ചെയ്യാനുള്ള ഒരു ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിത്ത്ഡ്രോവൽ സിംറ്റംസ്, ഇതിന് കോപ്പ് ചെയ്യാൻ പറ്റിയുള്ള ഒരു ആരോഗ്യപരമായിട്ടുള്ള ആൾട്ടർനേറ്റീവ്സ് എന്തൊക്കെയാണ് ഒന്ന് ചർച്ച ചെയ്യാം. ബ്രീത്തിങ് എക്സസൈസ്, ഹൈഡ്രേഷൻ, വൈദ്യസഹായം സ്വീകരിക്കുക. നിങ്ങൾക്ക് വിശ്വാസമുള്ള ഒരു വ്യക്തിയുമായിട്ട് നിങ്ങളെ കാര്യങ്ങൾ ചർച്ച ചെയ്യാം. ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ലഹരി ഉപയോഗത്തിന് മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന ട്രിഗറുകളെക്കുറിച്ചും അതിനോടുള്ള ക്രേവിങ്ങിനെ കുറിച്ചുമാണ്. ലഹരിയോടുള്ള അത്യാഗ്രഹത്തെയും ആസക്തിയെയും കുറിച്ചാണ്. ട്രിഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലഹരി ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുകയും ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്ന എന്തും ആവാം എന്നുള്ളതാണ്. ഇതിൽ ബാഹ്യമായിട്ടുള്ള ട്രിഗറുകളുണ്ട്, ആന്തരികമായിട്ടുള്ള ട്രിഗറുകളുമുണ്ട്. ബാഹ്യ ട്രിഗറുകൾ എന്താണ്? ഇപ്പം നിങ്ങൾക്ക് ലഹരി ഉപയോഗിക്കുന്ന ഒരു സുഹൃത്തുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ നിർത്താനൊക്കെ തീരുമാനിച്ചിട്ടുണ്ടാവും. അപ്പോഴായിരിക്കും സുഹൃത്ത് പറയുന്നത്, എടാ കുറച്ചുകൂടി കഴിക്കാമെന്ന്. പാർട്ടികൾ, മദ്യശാലകൾ, നിങ്ങൾ ലഹരി കാണുകയാണ്. ആന്തരികമായിട്ടുള്ള ട്രിഗറുകൾ എന്തൊക്കെയാണ്? മാനസിക സമ്മർദ്ദങ്ങൾ, ദുഃഖം, ഏകാന്തത, കോപം, ബോറടിക്കുക. ലഹരി ആഗ്രഹം സാധാരണ കുറച്ച് സമയത്തിനകം കുറയും. അത് മറികടക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു ആഗ്രഹം വന്നു കഴിഞ്ഞാൽ തന്നെ അത് പെട്ടെന്ന് നിർത്താൻ പറ്റും. ആഗ്രഹം, ആ ട്രിഗറിന് നമുക്ക് പിടിച്ചു കെട്ടാൻ പറ്റിയ ഒരു ടെക്നിക്കാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഉറക്കെ പറയുക, സ്റ്റോപ്പ്. ഈ സ്റ്റോപ്പ് രീതിയാണ് നമ്മളെ ഓരോ കാര്യം ഇങ്ങനത്തെ ഒരു ആസക്തി ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഇത്ര ചെയ്താൽ മതി. കാരണം നമുക്ക് പറഞ്ഞല്ലോ, ഇതിനോടുള്ള ആസക്തി എന്ന് പറയുന്ന സംഭവത്തിന് വലിയ ആയുസില്ല. അത് പെട്ടെന്ന് തന്നെ നമുക്ക് കടിഞ്ഞാനിട്ടെടുക്കാൻ പറ്റും. അതിനാണ് ഈ സ്റ്റോപ്പ് ടെക്നിക്ക്. സ്റ്റോപ്പിലെ ആദ്യത്തെ അക്ഷരം എസ് ആണല്ലോ. എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ സ്റ്റോപ്പ്, എസ് ഫോർ സ്റ്റോപ്പ്, നിർത്തുക. നെക്സ്റ്റ് വാക്ക് എന്താണ്? ടി ആണ്. ടി മീൻസ് ടേക്ക് എ ഡീപ് ബ്രീത്ത്. ഒരു ശ്വാസം ദീർഘമായിട്ടെടുക്കുക. നെക്സ്റ്റ് ഓ ആണ്. സ്റ്റോപ്പിൽ ഓ, ഒബ്സർവ്. നിങ്ങൾ മനസ്സിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന ചിന്തകളെയും ആ ചിന്തകൾ സൃഷ്ടിക്കുന്ന വികാരങ്ങളെയും ഒന്ന് നിരീക്ഷിക്കുക. നിങ്ങൾ പലതരം ചിന്തകളായിരിക്കും. നിങ്ങൾക്കൊരു വിഷാദം ഉണ്ടായിട്ടുണ്ടാവും. നിങ്ങളവിടെ ചിന്തിച്ചുകൊണ്ടിരിക്കുക, എൻ്റെ ജീവിതം ഒന്നിനും പറ്റൂല. നിങ്ങൾക്ക് നാളെയെക്കുറിച്ചുള്ളൊരു ഉത്കണ്ഠ ഉണ്ടായിരിക്കും. നിങ്ങൾ വിചാരിക്കുകയാണ്, എൻ്റെ ജീവിതം പടച്ചോനെ, എനിക്ക് പൈസയൊന്നും ഉണ്ടാവില്ലല്ലോ, എൻ്റെ ജീവിതം എന്താവും? ഉത്കണ്ഠയാണ്. നിങ്ങളെ തലച്ചോറിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന നിങ്ങളെ തലച്ചോറിൻ്റെ സ്ക്രീനിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന ഈ വാക്കുകൾ, ചിന്തകളാവുന്ന വാക്കുകൾ, അത് നിങ്ങളെ സ്വാധീനിക്കുകയും അത് വികാരങ്ങളായി മാറുകയും ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ അതൊന്ന് നിരീക്ഷിക്കുക. നിങ്ങളിൽ നിന്ന് ഡിഫ്യൂസ് ചെയ്യുക. എൻ്റെ തന്നെ ആക്സെപ്റ്റൻസ് ആൻഡ് കമ്മിറ്റ്മെൻറ്റ് തെറാപ്പി കോഴ്സുകളുണ്ട്. അതിലൂടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. മലയാളത്തിലും ഇംഗ്ലീഷിലും ആ കോഴ്സ് ഉണ്ട്. അടുത്തത് സ്റ്റോപ്പിലെ ലാസ്റ്റ് അക്ഷരം എന്താണ്? പി ആണ്. പ്രൊസീഡ്. നിങ്ങളിപ്പം ഈ വികാരങ്ങളെ നിരീക്ഷിച്ചു, ഇതിൽ നിന്ന് ഡിറ്റാച്ച്ഡായി ആരോഗ്യപരമായിട്ടുള്ളൊരു തീരുമാനം ഇതിന് ആൾട്ടർനേറ്റീവായിട്ട് എടുക്കുക. നിങ്ങൾക്ക് ലഹരി ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുന്ന ആ സാഹചര്യത്തെ മറികടക്കാൻ വേണ്ടി ആരോഗ്യപരമായിട്ടൊരു തീരുമാനം എടുക്കുക എന്നുള്ളതാണ് ഇന്ന് നിങ്ങളോട് പറയാനുള്ള ഒരു പ്രാക്ടിക്കൽ അസൈൻമെൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ഒരു പേഴ്സണൽ ട്രിഗർ മാപ്പ് ഉണ്ടാക്കുക എന്നുള്ളതാണ്.
എന്തൊരു വസ്തുവിനോടും അടിമപ്പെടാൻ നിങ്ങളെ പ്രേരിപ്പിച്ച ഈ ട്രിഗറുകൾ എന്തൊക്കെയാണ്? എമോഷണൽ ട്രിഗേഴ്സ് എന്തൊക്കെയാണ്? ചിലപ്പോൾ നിങ്ങൾക്ക് എന്തോ ഒരു ടെൻഷൻ ഉണ്ടായപ്പോൾ, ഒരു പ്രണയ നൈരാശ്യം ഉണ്ടായിരിക്കാം, നിങ്ങൾ എന്തായിരിക്കാം, അപ്പം ഉണ്ടായ ബുദ്ധിമുട്ടിലായിരിക്കാം നിങ്ങൾ ചിലപ്പോൾ ആദ്യമായിട്ട് എന്തെങ്കിലും ഒരു ലഹരി വസ്തുവോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫോണിൻ്റെ ഗെയിം ഉപയോഗമോ അങ്ങനത്തെ എന്തും ആയിട്ട് അടിമപ്പെട്ടിട്ടുണ്ടാവുക. ഒന്ന് ചിന്തിക്കാം. സോഷ്യൽ ട്രിഗേഴ്സ് നിങ്ങളെ സുഹൃത്തുക്കൾ പ്രേരിപ്പിച്ചത് കൊണ്ടാണോ, അല്ലെങ്കിൽ നിങ്ങളുടെ സാമൂഹ്യത്തിൽ നിലനിൽക്കുന്ന ഒരു കൾച്ചറിൻ്റെ അടിസ്ഥാനത്തിലാണോ നിങ്ങൾക്ക് ലഹരി ഉപയോഗിക്കാനോ അല്ലെങ്കിൽ മറ്റൊരു വസ്തുവിന് അടിമപ്പെടാനോ പ്രേരിപ്പിക്കപ്പെട്ടത്? എൻവയോൺമെൻ്റൽ ട്രിഗേഴ്സ്, നിങ്ങളുടെ സാഹചര്യങ്ങൾ. ഇനി എന്തൊരു ഹെൽത്തി ആൾട്ടർനേറ്റീവ് എനിക്ക് ചെയ്യാം? ലഹരി കിട്ടുന്നതിനേക്കാൾ ഉപരി അതിന് സഹായിക്കുന്നൊരു യാത്ര പോവുക, അതൊരു ആൾട്ടർനേറ്റീവാണ്. ലാഫ്റ്റർ യോഗ പ്രാക്ടീസ് ചെയ്യുക ആൾട്ടർനേറ്റീവാണ്. നിങ്ങൾക്കൊരു വിഷമം വരുമ്പം നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്ന 3 വിശ്വസ്തരായിട്ടുള്ള സുഹൃത്തുക്കൾ ആരൊക്കെയാണ്? ഈ പ്രാക്ടിക്കൽ അസൈൻമെൻറ്റ്സ് ഒന്ന് പൂർത്തീകരിക്കാതെ നമ്മളെ മോഡ്യൂൾ 3 ഇവിടെ പൂർത്തീകരിക്കുകയാണ്. തീർച്ചയായിട്ടും ലഹരി തലച്ചോറിനെ മാറ്റിമറിക്കുമെങ്കിലും നമ്മുടെ തലച്ചോറിന് വീണ്ടും സുഖം പ്രാപിക്കാനുള്ള കഴിവുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയാം. ഡോപ്പമിൻ ടോളറൻസ്, വിത്ത്ഡ്രോവൽ സിൻഡ്രോംസ്, ട്രിഗറുകൾ എന്നിവ മനസ്സിലാക്കുന്നത് ആരോഗ്യപരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കുമെന്ന് മനസ്സിലാക്കുക. ബോധവൽക്കരണമാണ് വീണ്ടെടുപ്പിൻ്റെ ആദ്യപടി. പിന്തുണയും നല്ല ശീലങ്ങളും അതിനെ ശക്തിപ്പെടുത്തുകയും ചെയ്യും. സബ്സ്റ്റൻസ് അഡിക്ഷൻ ആൻഡ് റിക്കവറി മാസ്റ്റർ കോഴ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ചില ലഹരി വസ്തുക്കളെക്കുറിച്ചാണ്. അതിന് നമ്മുടെ ശരീരത്തിലും നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകുന്ന പെട്ടെന്നുണ്ടാകുന്ന ഷോർട്ട് ടേം ആയിട്ടും ലോങ് ടേം ആയിട്ടും ഉണ്ടാകുന്ന എഫക്റ്റുകളെക്കുറിച്ചാണ്. ഈ ഒരു ലഹരി വസ്തുക്കളെക്കുറിച്ച് നമുക്കുള്ള മിഥ്യാധാരണകളൊന്ന് തിരുത്താൻ പോവുകയാണ്. ഓരോ ലഹരി വസ്തുവിനോടും എങ്ങനെയാണ് നമുക്ക് ഒരു അഡിക്ഷൻ ഉണ്ടാവുന്നത്, എങ്ങനെ അവയിൽ നിന്ന് നമുക്ക് സംരക്ഷിക്കപ്പെടാം തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. മദ്യം നമ്മൾ ഏറ്റവും സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ലഹരി വസ്തുവാണ്. പലപ്പോഴും ലഹരി എന്ന് കേൾക്കുമ്പം നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് മയക്കുമരുന്നുകളെക്കുറിച്ചാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ലഹരി വസ്തു എന്ന് പറഞ്ഞാൽ അത് മദ്യമാണ്. ആദ്യത്തിൽ ഇത് നമുക്ക് സന്തോഷം നൽകും, നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും, നമുക്ക് ആശ്വാസം നൽകും എന്നൊക്കെ നമുക്ക് അനുഭവപ്പെടേക്കാം. പക്ഷേ കുറച്ചുകൂടി കഴിയുമ്പോഴേക്ക് കാര്യങ്ങളൊക്കെ അത് മാറും. നമ്മുടെ ചിന്താശേഷി കുറഞ്ഞു വരും, നമ്മൾ അപകട സാധ്യതകൾ, ആക്സിഡൻറ്റുകൾ ഉണ്ടാക്കാൻ സാധ്യതകൾ വർദ്ധിക്കും, നമ്മുടെ സംസാരിക്കാനുള്ള ശേഷി കുറവും, വാഹനാപകടങ്ങൾ വർദ്ധിക്കും, മറ്റു രോഗങ്ങളൊക്കെ വരാനുള്ള ദീർഘകാല ഉപയോഗം നമ്മുടെ ശരീരത്തിനെ തന്നെ വളരെ അപകടങ്ങൾ ബാധിക്കും. നമ്മുടെ കരളിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നിലച്ചു പോകും, തലച്ചോറിൻ്റെ പ്രവർത്തനത്തെ തന്നെ ബാധിക്കും, നമ്മുടെ ഹൃദയത്തെ ബാധിക്കും, നമ്മുടെ കുടുംബ ജീവിതത്തെ ബാധിക്കും. ഇത്രയും അപകടകരമായൊരു കാര്യത്തിലേക്ക് നമ്മൾ നീങ്ങും. തീർച്ചയായിട്ടും ഇന്നത്തെ ഒരു ആക്ടിവിറ്റി എന്താണ്? ഒരു 5 രീതി നിങ്ങൾ ആൽക്കഹോൾ നമ്മുടെ ജീവിതത്തെയും നമ്മുടെ കുടുംബത്തെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നതിനെക്കുറിച്ചൊന്ന് എഴുതി വെക്കുക. നമ്മളെന്ന് പറഞ്ഞാൽ വെറുതെ പഠിച്ചു പോവുകയല്ല, നമ്മൾ ജീവിതത്തിൽ ഇത് പ്രാക്ടിക്കലായിട്ട് അപ്ലൈ ചെയ്തിട്ട് മറ്റുള്ളവരെ നമ്മുടെ കുടുംബത്തിലോ എവിടെയെങ്കിലുമൊക്കെ ഇതുപോലെ ഇതിനൊക്കെ അടിമപ്പെട്ടവർ അവരെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആത്മാർത്ഥ ശ്രമം ഉണ്ടാവാൻ വേണ്ടിയാണ് ഇതുപോലൊരു സംരംഭം ഞാൻ തന്നെ തുനിഞ്ഞത്. അടുത്തതായിട്ട് നമുക്ക് അഡിക്റ്റഡ് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് പുകയിലയും നിക്കോട്ടിനും എന്ന് പറഞ്ഞാൽ. നമ്മുടെ തലച്ചോറിലേക്ക് വേഗത്തിലെത്തുന്ന ഒരു ലഹരി വസ്തുവാണ് ഈ നിക്കോട്ടിൻ എന്ന് പറഞ്ഞാൽ. അതുകൊണ്ടാണ് സിഗരറ്റ് വലിക്കുന്ന പലർക്കും ഇതിൻ്റെ അപകടങ്ങളൊക്കെ അറിഞ്ഞിട്ടും ഉപേക്ഷിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്. പുക വലിക്കുന്നത് കൊണ്ട് നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാം? നമ്മുടെ ശ്വാസകോശ ക്യാൻസർ, വായയിലെ ക്യാൻസർ, ഹൃദ്രോഗങ്ങൾ, സ്ട്രോക്ക് തുടങ്ങിയ, പിന്നെ COPD. നമുക്കറിയാം ഇന്ന് യുവാക്കൾക്കിടയിലുള്ള വല്ലാത്തൊരു ട്രെൻഡാണ് വെയ്പ്പിംഗ് എന്ന് പറഞ്ഞാൽ. പലരും വിചാരം ഇത് അപകടമല്ല എന്നുള്ളതാണ്. അത് തെറ്റാണ്. കാരണം ഈ വെയ്പ്പിങ്ങും ഒരു നിക്കോട്ടിൻ അഡിക്ഷൻ ഉണ്ടാക്കാനും മറ്റ് അപകടകരമായിട്ടുള്ള കെമിക്കൽസിന് ഉപയോഗിക്കാനും പ്രേരിപ്പിക്കുന്ന ഒരു സംഭവമാണ്.
ഇനി നമുക്ക് കഞ്ചാവ്. ചിലരൊക്കെ പറയും ഇത് പ്രകൃതിദത്തമായി കിട്ടുന്നൊരു സാധനമല്ലേ, ചെടികൾ എന്നല്ലേ. അപ്പോൾ ശരിയാണ്, ഒരിക്കലും അത് സുരക്ഷിതമല്ല. ഇത് സ്ഥിരമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കുക? നമ്മുടെ ഓർമ്മക്കുറവ് കുറയും, നമ്മുടെ ശ്രദ്ധ കുറയും, നമ്മുടെ പ്രതികരണശേഷി കുറഞ്ഞു പോകും, നമ്മൾ ഒരുപാട് ഉത്കണ്ഠ ഉണ്ടാവും. ഇത് ദീർഘകാലം ഉപയോഗിക്കുമ്പോഴേക്ക് എന്താവും? കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് പഠനത്തെയും മാനസികാരോഗ്യത്തെയൊക്കെ ശക്തമായിട്ട് ബാധിക്കുന്നതാണ്. എന്തുകൊണ്ടാണ് ആൾക്കാർ നേച്ചുറലായതിനെ സേഫ് എന്ന് വിശ്വസിക്കുന്നത്? ചർച്ച ചെയ്യാം. പല നേച്ചുറൽ പ്രൊഡക്ട്സുകളും വളരെ അപകടകരമായിട്ടുള്ള ഇമ്പാക്റ്റാണ് മനുഷ്യർക്കുണ്ടാകും. എന്നാലും ഇത് പ്രകൃതിദത്ത അല്ലവലേച്ചിട്ട് അത് ഉപയോഗിക്കും. ഒരിക്കലും അങ്ങനെ ഉണ്ടാവരുത്. നേച്ചറിലും ഒരുപാട് അപകടങ്ങളുണ്ട്. ഇന്ന് നമ്മൾ ഇനി ചർച്ച ചെയ്യാൻ പോകുന്നത് MDMA-യെക്കുറിച്ചും മറ്റ് പാർട്ടി ലഹരി വസ്തുക്കളെയും കുറിച്ചാണ്. പലപ്പോഴും നമ്മളൊക്കെ ആശുപത്രിയിലൊക്കെ ഒരുപാട് കുട്ടികളെ മുൻകാലങ്ങളിലാണ്, കുറച്ചൊരു മുമ്പൊക്കെ കണ്ടത്, ഇങ്ങനെ പല ലക്ഷണങ്ങളുമായിട്ട് വന്നു. എനിക്ക് ഓർമ്മ ഇപ്പോഴും എൻ്റെ കൺസൾട്ടിങ് റൂമിലേക്ക് അവിടെ വെള്ളം ഉണ്ടായിരുന്നു. ഒരു ലഹരി ഉപയോഗിച്ചൊരു കുട്ടി വരിക, അവൻ വളരെ ഹാപ്പി ആയിട്ടാണ് വരുന്നത്. പക്ഷേ ഡോക്ടറെ ആ വെള്ളം എടുക്കിയെന്ന് പറഞ്ഞു. നാവിൻ്റെ നാവ് നോക്കിയപ്പോൾ നാവ് ഇങ്ങനെ വരണ്ടിട്ട് മരുഭൂമി പോലെ കിടക്കുക. ശരീരത്തിൽ നോക്കി നോക്കിയപ്പോൾ നല്ല പനി പോലെ നല്ല ചുട്ടുപൊള്ളുന്ന ചൂടുണ്ട്. സ്റ്റെത്തസ്കോപ്പ് വെച്ച് നോക്കിയപ്പം അവൻ്റെ ഹൃദയത്തിൻ്റെ ഋതമൊക്കെ വളരെ താറുമാറായിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു അപസ്മാരത്തിൻ്റെ എപ്പിസോഡും ഉണ്ടായിട്ടുണ്ട്. എന്താണ് സംഭവിച്ചത്? ഞാൻ ചോദിച്ചു എന്താണ് സംഭവിച്ചത്. അപ്പോഴാണ് MDMA ഉപയോഗിച്ച് വരുന്ന വഴിയാണ്. കഴിഞ്ഞ ദിവസം MDMA ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ ഉണ്ടായൊരു ഇമ്പാക്റ്റാണെന്ന് പറയുന്നു. തീർച്ചയായിട്ടും MDMA നമ്മുടെ പാർട്ടികളിൽ വളരെ ഉപയോഗിക്കുന്ന ഇത് ആദ്യഘട്ടത്തിൽ നമുക്ക് നല്ലൊരു ഊർജ്ജം നൽകും, ആവേശം നൽകും, സെക്ഷലായിട്ടൊക്കെ കൂടുതൽ ഒരു ഊർജ്ജം നൽകും. പക്ഷേ പിന്നീട് എന്ത് ചെയ്യും? ഇത് നമ്മുടെ ശരീരത്തിലെ താപനില കൂട്ടും, നമ്മളിൽ ഡീഹൈഡ്രേഷൻ ഉണ്ടാക്കും, അപസ്മാരം അല്ലെങ്കിൽ ഹൃദയപരമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയെന്ന് വരാം. അത് മാത്രമല്ല, നമ്മളെ വിപണികളിലൊക്കെ ലഭിക്കുന്ന MDMA ഒക്കെ പോയി സപ്ലൈ ചെയ്യുന്ന ഗുളികകളിൽ മറ്റ് അപകടകരമായിട്ട് വസ്തുക്കൾ കൂടി കലർത്തിയിട്ടുണ്ടാവും. ഇന്ന് നിങ്ങൾ ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റി എന്താണെന്നറിയോ? ഒരു റോൾ പ്ലേ ചെയ്യാണ്. ഒരു ഫ്രണ്ട് നിങ്ങളോട് പറയാം, എന്നാടാ പിടിച്ചാടാ ഒരു MDMA കഴിച്ചോ, ചെറിയൊരളവിലല്ലേ, വലിയ കുഴപ്പമൊന്നുമില്ല. ഇത്തരമൊരു ഘട്ടത്തിൽ ഇതിനോട് നോ എന്ന് പറയാനും ഇതിനെ തിരസ്കരിക്കാനും വളരെ സ്ട്രോങ് ആയിട്ടും എന്നാൽ കാമായിട്ടും എങ്ങനെ നോ എന്ന് പറയാൻ നിങ്ങൾക്ക് പറ്റും. അടുത്തതായിട്ട് നമുക്കറിയാം അഡിക്റ്റഡ് ആവുന്നൊരു സംഭവമാണ് കൊക്കൈൻ, ഹീറോയിൻ. ഇതൊക്കെ വളരെ ശക്തമായിട്ടുള്ള ലഹരി വസ്തുക്കളാണ്. എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഇവ ഉണ്ടാക്കുക? വളരെ ശക്തമായിട്ടുള്ളൊരു അഡിക്ഷൻ ഉണ്ടാക്കും. സാമ്പത്തികപരമായിട്ടൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ശൂന്യമാവും. കുടുംബ തകർച്ചയുണ്ടാകും. തീർച്ചയായിട്ടും ലഹരി ഉപയോഗിക്കുന്ന പല വീടുകളിലും ഇന്ന് ഭാര്യയും ഭർത്താക്കന്മാരൊക്കെ കഴിഞ്ഞ ദിവസം എപ്പോഴും ഓർമ്മയുണ്ട്, ഒരു പ്രണയിച്ച് വിവാഹം കഴിച്ച ഒരു ദമ്പതികളാണ്. കുറേ കാലം വീട്ടുകാരോടൊക്കെ മത്സരിച്ച് തർക്കിച്ച് അവനോടൊപ്പം പോയി. അവസാനം എന്തായി? അതിപ്പം അവർ വേർപിരിയലിൻ്റെ വക്കിലാണ് കിടക്കുന്നത്. ക്രൈം, കൊലപാതകം, ആക്രമണങ്ങളൊക്കെ സംഭവിക്കുന്നതിന് അതിൻ്റെ പിറകിൽ കൂടുതലും ഇതായിരിക്കും, ഇതിൻ്റെ ഉപയോഗങ്ങളായിരിക്കും. MDMA ഒക്കെ ആണെന്ന് പ്രേരിപ്പിക്കും. കാരണം ഇവരിലൊരു ഫാൻറ്റസി ലോകം ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ് MDMA. അവിടെ മറ്റൊരാളെ കൊല ചെയ്യുന്നു, നമ്മളെ ഗെയിമിലൊക്കെ കാണിക്കുന്നത് പോലെ തന്നെ ഒരു ഫാൻറ്റസി ലോകം. പിന്നെ ഓവർഡോസ്, മരണം, എത്രയോ പേര് മരിച്ചിട്ടുണ്ട്. ഇന്ന് നിങ്ങൾ ചെയ്യേണ്ട ആക്ടിവിറ്റി എന്താണ്? നിങ്ങളോട് ആരെങ്കിലും പറയാം ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുമോ? എന്നാലും അത് റിസ്ക്കി ആയിട്ട് തോന്നിയ കാര്യമാണ്. പിന്നെ ആൾക്കാർക്കിടയിൽ ഉണ്ടാകുന്ന മറ്റൊരു ദുരുപയോഗം ഏതാണ്? പ്രിസ്ക്രിപ്ഷൻ ചെയ്യുന്ന മരുന്നുകളുടെ ദുരുപയോഗമാണ്. നമുക്കറിയാം, ഡോക്ടർ ഇപ്പോൾ ഒരു അസുഖത്തിനൊരു മരുന്ന് നിർദ്ദേശിച്ചാൽ അത് സുരക്ഷിതമായ രീതിയിൽ ഉപയോഗിച്ചാൽ അത് കുഴപ്പമില്ല. ദുരുപയോഗപ്പെടുത്തുന്ന അപകടമാണ്. ഒരിക്കലും നമ്മൾ മറ്റൊരാൾ കൊടുക്കുന്ന മരുന്ന് ഉപയോഗിക്കരുത്. ഡോസ് ഒരു കാരണവശാൽ സ്വയം കൂട്ടരുത്. ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ഒരു മരുന്നും ദീർഘകാലാടിസ്ഥാനത്തിൽ കഴിക്കരുത്.
നിങ്ങളെന്ത് ചെയ്യുക, നിങ്ങൾ വീട്ടിലെ ഹോം മെഡിസിൻ ക്യാബിനറ്റ് ഒന്ന് നോക്കുക. അതിൽ ഏതൊക്കെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ട മരുന്ന് ഏതൊക്കെയാണ്, അല്ലാതെ സൂക്ഷിക്കേണ്ട എന്താണ്, അതിൻ്റെ ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെടുത്ത് കളയുക. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ. ഈ മോഡ്യൂൾ 4 നമുക്ക് ചില പ്രാക്ടിക്കൽ അസൈൻമെൻറ്റ് ചെയ്യാനുണ്ട്. നമ്മൾ ലഹരി വസ്തുക്കളുടെ ഒരു താരതമ്യ പട്ടിക തയ്യാറാക്കുക എന്നുള്ളതാണ്. അതിൽ നിങ്ങളൊരു പേര് എഴുതുക, അതുകൊണ്ട് ഉടനടി ഉണ്ടാകുന്ന ഫലങ്ങൾ എഴുതുക, ദീർഘകാല അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്ന ഫലങ്ങൾ എഴുതുക, ലഹരിയുടെ ഒരു റിസ്ക് എന്താണ്, ഇത് ഉപയോഗിച്ചാൽ റിസ്ക് എന്താണെന്ന് അറിയുക, ഇത് വരാതിരിക്കാൻ എന്ത് ചെയ്യാൻ പറ്റുമെന്നതിനെക്കുറിച്ചും എഴുതുക. എന്താണ് അഡിക്ഷൻ ആൻഡ് റിക്കവറി മാസ്റ്റർ ക്ലാസ് കോഴ്സിൻ്റെ 5ാമത്തെ മോഡ്യൂളാണ്. നമ്മൾ ഒരുപാട് വസ്തുക്കൾക്ക് അടിമപ്പെട്ടതിനെക്കുറിച്ച് പഠിച്ചു, മറ്റ് പല കാര്യങ്ങൾക്ക് അടിമപ്പെട്ട് പഠിച്ചു. നമ്മൾ അറിയാത്ത മറ്റൊരു അടിമത്തുണ്ട്, അതും ഒരു ലഹരിയാണ്. പെരുമാറ്റങ്ങളിലെ ബിഹേവിയറൽ അഡിക്ഷനാണത്. ഈ ഒരു കോഴ്സ് പൂർത്തീകരിക്കുമ്പം, ഇതിലെ മോഡ്യൂൾ പൂർത്തീകരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ബിഹേവിയറൽ അഡിക്ഷൻ, ബിഹേവിയറൽ അഡിക്ഷനും നമ്മൾ ഡ്രഗ്സൊക്കെ യൂസ് ചെയ്തിട്ടുള്ള അഡിക്ഷനും തമ്മിൽ എങ്ങനെ വേർതിരിക്കാം, എന്തൊക്കെയാണ് ഈ പെരുമാറ്റത്തിലുണ്ടാകുന്ന അഡിക്ഷനുകൾ, എന്തൊക്കെയാണ് ഇതിൻ്റെ വാർണിംഗ് സൈൻസ്, പിന്നെ എങ്ങനെ നമ്മൾക്ക് ഈ ഡിജിറ്റൽ ഡീറ്റോക്സ് ആയിട്ട് ഡിജിറ്റൽ ഹാബിറ്റിൽ നിന്നൊക്കെ മാറിക്കൊണ്ട് എങ്ങനെ നമുക്ക് റുട്ടീൻ തയ്യാറാക്കാം, എന്നിട്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു റിക്കവറി പ്ലാൻ കൂടി റെക്കമെൻഡ് ചെയ്തിട്ടായിരിക്കും ഈ മോഡ്യൂൾ നമ്മൾ അവസാനിപ്പിക്കുന്നത്. എന്താണ് ബിഹേവിയറൽ അഡിക്ഷൻ അല്ലെങ്കിൽ പെരുമാറ്റത്തിലെ ലഹരി, പെരുമാറ്റ ലഹരി? നമുക്കെപ്പോഴും അഡിക്ഷൻ അല്ലെങ്കിൽ ലഹരി എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിലേക്ക് വരുന്നത് കുറേ ആൽക്കഹോളുകളോ അല്ലെങ്കിൽ MDMA പോലത്തെ എന്തെങ്കിലും വസ്തുക്കളായിരിക്കും. അത് മാത്രമല്ല ഈ ലഹരി എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കണം. പുതിയ DSM ക്ലാസിഫിക്കേഷനിൽ ഇതുകൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. എല്ലാ ലഹരികളും മരുന്നുകളുമായി മാത്രം ബന്ധപ്പെട്ടതല്ല, നമ്മുടെ ചില പെരുമാറ്റങ്ങളും ലഹരികളായിട്ട് മാറും. എന്തൊക്കെയാണ് ഇതിന് ഉദാഹരണങ്ങൾ? ഇപ്പോൾ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം, സോഷ്യൽ മീഡിയയിൽ അധികമായിട്ട് സ്പെൻഡ് ചെയ്യുക, ഓൺലൈൻ ഗെയിമുകളിൽ മുതിരുക, അശ്ലീലമായിട്ടുള്ള പ്രോണോഗ്രാഫി സിനിമകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുക, ചൂതാട്ടം, ചിലർക്ക് ഷോപ്പിംഗ്, അമിത ഭക്ഷണം, ഇതൊക്കെ നമ്മൾക്കുണ്ടാകുന്ന അഡിക്ഷനുകളാണ്. ഇവയും എന്താണ്, നമ്മുടെ തലച്ചോറിൽ ഡ്രഗ്സ് ക്രിയേറ്റ് ചെയ്യുന്ന അതേ റിവാർഡ് സിസ്റ്റത്തെയാണ് ഉത്തേജിപ്പിക്കുന്നത്. അത് ജീവിതത്തെ ദോഷകരമായി ബാധിച്ചിട്ടും നിർത്താൻ കഴിയാത്ത വല്ലാത്തൊരവസ്ഥ ഈ പെരുമാറ്റ ലഹരി നമുക്കുണ്ടാക്കും എന്നുള്ളതാണ്. ഇന്ന് നിങ്ങൾ ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റി എന്താണ്? നിങ്ങളെ സമയം കവർന്നെടുക്കുന്ന, സ്ഥിരമായി ചെയ്യുന്ന എന്തൊരു ശീലമാണ് നിങ്ങൾ അനുവർത്തിക്കുന്നത് എന്നുള്ളതൊന്ന് എഴുതി വെക്കാം. ഇന്ന് നമ്മുടെ ചെറുപ്പക്കാരെയും ഒക്കെ ഒരുപാട് ചെറുപ്പക്കാരെന്ന് പറഞ്ഞാൽ എല്ലാവരെയും, നല്ലൊരു ശതമാനവും മലയാളികളും ബാധിച്ചിരിക്കുന്ന വല്ലാത്തൊരു അഡിക്ഷനാണ് മൊബൈൽ ഫോണുകളുടെയും സോഷ്യൽ മീഡിയയും അഡിക്ഷൻ എന്നുള്ളത്. ഒരു ചോദ്യം, നിങ്ങളൊരു ദിവസം എത്ര സമയം നിങ്ങൾ മൊബൈൽ ഫോണിൽ ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്? ഭൂരിഭാഗം മനുഷ്യന്മാരും 100ലേറെ തവണ എന്നുള്ളതായിരിക്കും ഉത്തരം നൽകാനുണ്ടാകുക. നമ്മുടെ ഓരോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമും നമുക്കറിയണം, നമ്മളെപ്പോഴും എൻഗേജ്ഡായി നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള രീതിയിലാണ് അതിൻ്റെ ആൽഗരിതമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അവർക്ക് പൈസ കിട്ടിക്കൊണ്ടിരിക്കും, നമ്മളെ ജീവിതം അതിലൂടെ കുത്തുവാളെടുത്തിട്ടുണ്ടാവും. ഓരോ ലൈക്കും നോട്ടിഫിക്കേഷനും നമ്മുടെ തലച്ചോറിൽ ഡോപ്പാമിൻ പ്രതികരണം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ ലഹരി ഉപയോഗിച്ചാലോ നമുക്കിഷ്ടമുള്ള എന്തെങ്കിലും ഒരു കാര്യം ചെയ്താലോ കിട്ടുന്ന ഈ റിവാർഡ് സിസ്റ്റത്തിനെ ഇത് ഉത്തേജിപ്പിക്കുന്നുള്ളതാണ്. എന്തൊക്കെയാണ് മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നത് നമ്മൾ കാണുന്ന അപകടകരമായ സൂചനകൾ? നമ്മൾ രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ നേരെ പോയിട്ട് ഫോണാണോ യൂസ് ചെയ്യുന്നത്? തീർച്ചയായിട്ടും നമ്മൾ അഡിക്ഷൻ്റെ വലയിലാണ്. നമ്മുടെ കയ്യിലിപ്പോൾ ഫോണില്ലാതെ കുറച്ച് നേരം നിൽക്കുകയാണ്. ഇപ്പോൾ ഞാൻ 14 ദിവസമായിട്ട് എനിക്ക് ഫോണൊന്നും ഇല്ലാതെ ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഫോണ് കസ്റ്റമർ സർവീസിലാണ്. ഇതുവരെ സോഷ്യൽ മീഡിയ തൊട്ടിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല, ഒന്നും സംഭവിച്ചിട്ടില്ല. നമ്മൾ അഡിക്ഷൻ ഇതാണ്. ഫോണില്ലെങ്കിൽ എന്തെങ്കിലും അസ്വസ്ഥത തോന്നുന്നൊരവസ്ഥ. മണിക്കൂറുകളോളം നമ്മൾ ഫോണിങ്ങനെ സ്ക്രോൾ ചെയ്ത് നിന്നുകൊണ്ടിരിക്കുക. കുട്ടികളൊക്കെ ആണെങ്കിൽ ഈ ഫോണിന് ഇമ്പോർട്ടൻ്റ് കൊടുക്കുകയും അവരുടെ പഠനത്തെ അവഗണിക്കുകയും ചെയ്യുക, ഉറക്കക്കുറവ് തോന്നുക തുടങ്ങിയ ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ മൊബൈൽ ഫോണിന് അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അർത്ഥം. ഫോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുക, അത് നമുക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഉപകരണം മാത്രമാണ്. ഒരു കാരണവശാലും അത് നമ്മുടെ ജീവിതത്തിൻ്റെ യജമാനാവാൻ പറ്റില്ല. ഇന്ന് ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റി എന്താണെന്നറിയോ? നിങ്ങൾ ഇതുവരെ ചെക്ക് ചെയ്തിട്ടില്ല, നിങ്ങൾ എത്ര തവണ ഫോൺ ഉപയോഗിക്കുന്നു?
നിങ്ങളുടെ സ്ക്രീൻ ടൈം എത്രയാണ് എന്നുള്ളത് ഫോണിലൊന്ന് ചെക്ക് ചെയ്യുക. അതിനുള്ള സംവിധാനം ഫോണുകളിലുണ്ട്. അടുത്ത ഒരാഴ്ച നിങ്ങളിപ്പോൾ ഉപയോഗിക്കുന്നതിൻ്റെ ഒരു 20% അത് കുറക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാൻ തയ്യാറാക്കുക. അടുത്തതായിട്ട് നമുക്കറിയാൻ ബാധിച്ചിരിക്കുന്ന ഏറ്റവും വലിയൊരു ലഹരിയാണ് ഓൺലൈൻ ഗെയിമുകളുള്ള ലഹരി എന്നുള്ളത്. ഒരുപാട് കുട്ടികൾ പഠനം മറന്ന്, അവരാരോഗ്യം മറന്ന്, അവർ ജീവിതത്തിൻ്റെ പല കാര്യങ്ങളും മറന്ന് ഗെയിമിങ് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നൊരവസ്ഥ ഉണ്ടായിരിക്കും. പലപ്പോഴും നമ്മൾ തിരിച്ചറിയുന്നില്ല, നമ്മൾ ആൽക്കഹോൾ അടിക്കുന്നവരും MDMA അടിക്കുന്നവരും മാത്രം ലഹരിക്ക് അടിമപ്പെട്ടവരെന്ന് മുദ്ര കുത്തി നിർത്തുമ്പം ഇതുപോലെ ഗെയിമിന് അടിമപ്പെട്ടു പോകുന്ന നിസ്സഹായരായിട്ടുള്ള കുട്ടികളെക്കുറിച്ച് അവരൊന്ന് ഹെൽപ്പ് ചെയ്യാൻ പോലും ആളില്ലാത്തൊരവസ്ഥയാണെന്നുള്ളത്. നമുക്കറിയാം, ഗെയിമിംഗ് എന്ന് പറഞ്ഞാൽ പലർക്കും കുറച്ച് എൻജോയബിളാണ്. പക്ഷേ ഈ ഗെയിം കളിക്കൽ നമ്മുടെ സ്കൂളുകളിലുള്ള പഠനത്തെക്കാളും ഉറക്കത്തെക്കാളും നമ്മുടെ ജോലിയേക്കാളും നമ്മുടെ ബന്ധങ്ങളിലേക്കാളും പ്രധാനപ്പെട്ട ഒന്നായി മാറുന്നൊരവസ്ഥയാണ് ഇതിനടിമപ്പെടുക, അത് ലഹരിയാവുക എന്നുദ്ദേശിക്കുന്നത്. എന്തൊക്കെയാണ് ഇത് കാണിക്കുന്ന അപകട സൂചനകൾ? നമുക്കിപ്പോൾ ഒരു ഗെയിം കളിക്കണമെങ്കിൽ നമുക്കൊരു സമയപരിധി ഉണ്ടാവും. 1 മണിക്കൂർ ഗെയിം കളിക്കുക, ഓക്കെ, കുഴപ്പമില്ല, നമ്മളെ ബ്രെയിനെ ഉത്തേജിപ്പിക്കാനൊക്കെ നല്ലതാണ്. ഈ പരിധി കഴിഞ്ഞിട്ടും നമ്മൾ സമയപരിധി പാലിക്കാതെ ഇങ്ങനെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണോ? മറ്റ് കാര്യങ്ങളോടൊന്നും ഒരു താല്പര്യമില്ലാത്തൊരവസ്ഥ, മറ്റ് കാര്യങ്ങളൊക്കെ താല്പര്യം നഷ്ടപ്പെടുക, കുളിക്കാൻ പോലും സമയം കണ്ടെത്ത അവസ്ഥ, പഠിക്കാൻ സമയം ഉണ്ടാവില്ല, അങ്ങനെ നിൽക്കുന്നൊരവസ്ഥ. പിന്നെ എന്തെങ്കിലും ഇപ്പോൾ കുട്ടികൾ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടീൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ ഫോൺ ഇങ്ങോട്ട് എടുത്ത് മാറ്റി ആ ഗെയിം അങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞാൽ ഇത് കളിക്കാതിരിക്കുന്ന സമയത്ത് ഭയങ്കര ദേഷ്യമായി അഗ്രസീവായിട്ട് പെരുമാറുന്നൊരവസ്ഥ. പഠനത്തിലൊന്നും ഒരു താല്പര്യം ഉണ്ടാവില്ല. പഠിക്കാനൊക്കെ അങ്ങോട്ടാക്കി കഴിഞ്ഞാൽ അതിനൊന്നും അവരുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ പ്രാധാന്യം കൊടുക്കാതെ ഈ ഗെയിമിന് തന്നെ പ്രാധാന്യം കൊടുക്കുന്നൊരവസ്ഥ ഉണ്ടാവും. പിന്നെ ഈ ഗെയിം ഇങ്ങനെ കളിച്ച് എന്താവും ലാസ്റ്റ് അവർക്ക് ഉറക്കമില്ലാത്ത അവസ്ഥ, ഉറക്കക്കുറവുണ്ടാവും. അവരുടെ ശരീരത്തിന് മൊത്തത്തിലായിട്ട് ശാരീരികവും മാനസികവുമായിട്ട് ആരോഗ്യത്തെ ബാധിക്കുന്ന അവസ്ഥ പോലും ഉണ്ടാവുന്നൊരവസ്ഥ വരും. ഇന്നത്തെ ഒരു ആക്ടിവിറ്റി എന്താണെന്നറിയോ? ഇന്നത്തെ ഒരു ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ അമിതമായി സ്പെൻഡ് ചെയ്യുന്ന അൺനെസസറി ആയിട്ട് ഒരു ഉപകാരമില്ലാതെ സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് എങ്ങനെ മറ്റ് ആരോഗ്യപരമായിട്ടുള്ള 3 ഹാബിറ്റ് കൊണ്ട് റീപ്ലേസ് ചെയ്യാം? ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ നിത്യവും ഇങ്ങനെ റീൽസ് കണ്ട് അങ്ങനെ പോവുക, അല്ലെങ്കിൽ ഗെയിമിങ് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക. അതിന് പകരം നിങ്ങൾക്കിഷ്ടമുള്ള എന്തെങ്കിലും ഒരു കാര്യം ChatGPTയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും AI ടൂൾസോ വെച്ചിട്ട് ചെക്ക് ചെയ്യുന്ന ഒരു ഹാബിറ്റ് കുറച്ച് നേരം ഒന്ന് ഫോളോ ചെയ്ത് നോക്ക്. എങ്ങനെ നിങ്ങൾക്ക് റീപ്ലേസ് ചെയ്യാം എന്നതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഇന്ന് മനുഷ്യരെ ബാധിച്ചിരിക്കുന്ന മറ്റൊരു അഡിക്ഷനാണ് ഓൺലൈൻ ഗാംബ്ലിങ്ങും ബെറ്റിങ്ങും. നമുക്കറിയാം, ഇന്ന് കളിയൊക്കെ നടന്നുകൊണ്ടിരിക്കുക. ഈ കളിക്ക് പിറകിൽ ഈ ഗാംബ്ലിങ്ങിൻ്റെയും ബെറ്റിങ്ങിൻ്റെയും വളരെ അപകടകരമായിട്ടുള്ളൊരു ഗെയിം പോലും ഉണ്ടാവും. ഒരു അർജൻറ്റീനയും ബ്രസീലും കളിക്കുക എന്ന് പറയുമ്പോഴേക്ക് അവർ കളിക്കുന്ന കളിയേക്കാൾക്കപ്പുറം മില്യൺ കണക്കിന് രൂപകൾ നഷ്ടപ്പെടുന്ന മറ്റൊരു ഗെയിമിംഗ് അവിടെ ഉണ്ടാവും. കുടുംബങ്ങൾ തകർന്നു പോകുന്നൊരു ഗെയിമിംഗ് ഉണ്ടാവും. അതാണ് ചൂതാട്ടവും ഓൺലൈൻ ബെറ്റിങ്ങും. ഒരു ഫണ്ണിന് വേണ്ടിയായിരിക്കും ആൾക്കാരിത് തുടങ്ങുക. പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്ക് അവർക്ക് കുറച്ച് പൈസ നഷ്ടപ്പെടും. അത് വീണ്ടെടുക്കാൻ വേണ്ടി വീണ്ടും ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അവസാനം മൊത്തത്തിൽ ടോട്ടലി നോക്കുമ്പോൾ ജാക്ക് പോട്ട് അടിച്ചവന് പോലും ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെടുന്നൊരവസ്ഥയാണ് ഇത് ക്രിയേറ്റ് ചെയ്യുക. എന്തൊക്കെയാണ് ഈ ഗാംബ്ലിംഗ് ആൻഡ് ബെറ്റിംഗ് അഡിക്ഷനിലൂടെ ഉണ്ടാവുന്നത്? അതിൻ്റെ ഉണ്ടാവുന്ന അപകട സൂചനകൾ എന്തൊക്കെയാണ്? ഇവർക്കിപ്പോൾ പൈസ കൊണ്ട് റീഗെയിൻ ചെയ്ത് കിട്ടാൻ വേണ്ടി പിന്നെയും കടം ഇങ്ങനെ വാങ്ങിക്കൊണ്ടിരിക്കും. കുടുംബത്തിൽ നിന്ന് ഈ കാര്യങ്ങളൊക്കെ മറച്ചു വെക്കും. സാമ്പത്തികമായിട്ട് ശക്തമായിട്ടുള്ള തകർച്ചയുണ്ടാവും. മാനസിക സമ്മർദ്ദത്തിലേക്ക് അവരറിയാതെ വഴുതിപ്പോയിട്ടുണ്ടാവും. ഒരു ദിവസം ഇന്നത്തെ ഒരു ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്രമാത്രം പണം ഒരു വർഷം നിങ്ങൾ സേവ് ചെയ്തു ഈ ബെറ്റിങ്ങും ഗാംബ്ലിങ്ങും ഒക്കെ കളിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. നമ്മളൊന്നും പിന്നെ അതിൽ ഇതുവരെ പോയിട്ടില്ല. അങ്ങനെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. തീർച്ചയായിട്ടും ഏതൊരു ലഹരിയും ഏതൊരു അഡിക്ഷനും നമ്മളെ ശീലങ്ങളിൽ നിന്നാണ് രൂപപ്പെടുന്നത്. ഇതിനെ നമുക്ക് ഹാബിറ്റ് ലൂപ്പ് എന്ന് പറയണം. ഈ ഹാബിറ്റ് അല്ലെങ്കിൽ ഈ ശീലങ്ങളുടെ ചക്രത്തെ തകർത്തെറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്താക്കാൻ പറ്റുള്ളൂ,
നമുക്കിതിൽ നിന്ന് വിമുക്തരാവാൻ പറ്റുള്ളൂ. അപ്പം നമുക്കൊരു ശീലം അല്ലെങ്കിൽ നമുക്കൊരു ഇതുണ്ടാവുകയാണെങ്കിൽ അതിനൊരു ലൂപ്പുണ്ട്. അതിനെ പറയുന്ന പേരാണ് എന്താണ്? നമുക്ക് ആദ്യത്തേത് ഒരു ട്രിഗറാണ്, ഇതിനൊരു കാരണം. പിന്നത്തേത് അതിശക്തമായിട്ടുള്ള ആഗ്രഹമാണ്, ക്രേവിംഗ് ആണ്, ആസക്തിയാണ്. അതിലൂടെ നമുക്കൊരു പെരുമാറ്റമുണ്ടാവും, അതിനെ ബിഹേവിയർ എന്ന് പറയും. അതിൽ നിന്ന് നമുക്ക് എന്താവും? അതിൽ നിന്നൊരു പ്രതിഫലനം ഉണ്ടാവും. അത് അതിൻ്റെ ഒരു എഫക്റ്റാണത്, റിവാർഡാണ്, റിവാർഡ്. അപ്പോൾ ഈ ഒരു ചക്രമാണ് നമ്മൾ എന്താക്കുന്നത്? ഈ പെരുമാറ്റത്തിൻ്റെ ഈ ഒരു ചക്രമാണ് നമ്മളെ പല ലഹരിയിലേക്കും നമ്മളെ കൊണ്ടുപോകുന്നത്. അപ്പോൾ അതിന് ഈ ചക്രത്തെ മാറ്റിയിട്ട് അതിനനുയോജ്യമായിട്ടുള്ള നല്ലൊരു ഹാബിറ്റ് ലൂപ്പ് നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. അതിനെന്താ ചെയ്യേണ്ടത്? നമ്മൾ ചെയ്യുന്ന മോശം പെരുമാറ്റം, ഇപ്പോൾ ഒരാൾ മദ്യപിക്കുകയാണ്, അല്ലെങ്കിൽ MDMA ഉപയോഗിക്കുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഗെയിമിങ്ങിന് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ സിഗരറ്റ് വലിക്കുകയാണ്, ഇതിന് കാരണമാകുന്ന ഒരു ട്രിഗർ കണ്ടെത്തുക എന്നുള്ളതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. എന്നിട്ട് എന്ത് ചെയ്യുക? നമ്മൾ ഈ ഒരു ആഗ്രഹത്തെ, ആസക്തിയെ അടക്കാൻ വേണ്ടി കുറച്ച് നേരം ഒന്ന് പോസ് ചെയ്യുക. ഇതിന് ആരോഗ്യപരമായിട്ടുള്ളൊരു ബദൽ തിരഞ്ഞെടുക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾക്ക് ലഹരി ഉപയോഗിക്കണമെന്ന് തോന്നുന്ന ഒരു സമയത്ത് നിങ്ങൾക്കത് ലഹരിയാണ് ബദൽ നിലനിൽക്കുന്നത്. ഇവിടുത്തെ ഒരു പാർക്കിൽ വന്നിട്ട് അപ്പോൾ ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഇതുപോലൊരു സ്ഥലത്ത് പോയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക? കുറച്ച് നേരം ആസ്വദിക്കുക, അല്ലെങ്കിൽ കടൽപ്പുറത്ത് പോയിട്ട് ആസ്വദിക്കുക, അല്ലെങ്കിൽ ഒരു പാട്ട് കേൾക്കാം. അതിൻ്റെ ഒരു ആൾട്ടർനേറ്റീവ് നമ്മൾ തിരഞ്ഞെടുക്കുക. ഒന്നും നമുക്ക് കാരണം എന്നിട്ട് നിങ്ങളത് കൈവരിക്കുന്ന വിജയത്തിനെ നിങ്ങൾ സ്വയം ഒന്ന് അഭിനന്ദിക്കുകയും ചെയ്യാം. തീർച്ചയായിട്ടും നമ്മൾ ആസക്തി എന്ന് പറയുന്നത് അതൊരു നിമിഷ നേരം മാത്രം പൊട്ടിപ്പുറപ്പെടുന്നൊരു സംഭവമാണ്. ജീവിതകാലം മുഴുവനും നമുക്ക് ആസക്തി ഉണ്ടാവില്ല, ക്രേവിങ് ഉണ്ടാവില്ല. അതിനെ തകർക്കാനും നമുക്ക് എന്ത് ചെയ്യാം? ഒരൊറ്റ തീരുമാനം, ആ നിമിഷത്തിലെടുക്കുന്ന ഇതുപോലുള്ള ഒരു ചെറിയ തീരുമാനം കൊണ്ട് സാധ്യമാവും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു മോഡ്യൂളിൽ നമ്മളിവിടെ പൂർത്തീകരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട പ്രാക്ടിക്കൽ അസൈൻമെൻറ്റ്സ് എന്തൊക്കെയാണ്? നമ്മൾ എത്രമാത്രം സ്ക്രീൻ, ഒരു ഫോൺ എത്രമാത്രം ഉപയോഗിക്കുന്നുള്ളൂ എന്നുള്ളത് നമ്മളൊന്ന് നോട്ട് ചെയ്യുക. നിങ്ങൾക്കൊരു നോ ഫോൺ സോൺ, ഒരു ഫോണും ഉപയോഗിക്കാത്തൊരു സോൺ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ബെഡ്റൂമിൽ പോകുമ്പോൾ, ഡൈനിങ് ടേബിളിൽ ഇരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും പാർക്കിലൊക്കെ ഇരിക്കുമ്പോൾ ഫോൺ ഉപയോഗിക്കില്ല എന്ന് തീരുമാനിക്കുക. ഒരു ഓഫ്ലൈൻ ഹോബി, നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഗെയിം കളിച്ചിട്ടുള്ള ഹോബിയല്ല, ഓഫ്ലൈനിലുള്ള ഒരു ഹോബി തിരഞ്ഞെടുക്കുക. 30 മിനിറ്റ് ഫിസിക്കൽ ആക്ടിവിറ്റി, പിന്നെ കുടുംബത്തോടൊപ്പം ഒരു ഫോണും ഉപയോഗിക്കാത്ത കുറച്ച് സമയം, പിന്നെ ഒരു റിഫ്ലക്ഷൻ ജേണൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പരിവർത്തനങ്ങളെക്കുറിച്ച് റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു ജേണൽ തയ്യാറാക്കുക എന്നുള്ളതാണ്. ഇതൊക്കെ ചെയ്യണം കേട്ടോ. ഇതൊന്നും ഒരു ക്ലാസ് കേട്ട് പോകാൻ വേണ്ടിയിട്ട് പറയുന്നതല്ല. ജീവിതത്തിൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരുപാട് ആൾക്കാർക്ക് ഒരു സൊല്യൂഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഒരു ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വളരെ ക്ഷീണിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ പോലും ഈ ലഹരി വിരുദ്ധ ദിനത്തിന് മുമ്പായിട്ട് തന്നെ ഇത് ചെയ്യണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു കാര്യത്തിന് ഞാൻ മുതിരുന്നത്. എല്ലാ ലഹരികളും മരുന്നുകളായി ബന്ധപ്പെട്ടതല്ല എന്ന് മനസ്സിലാക്കുക. അമിതമായിട്ടുള്ള മൊബൈൽ ഉപയോഗം, ഗെയിമിംഗ്, ചൂതാട്ടം അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ഉപയോഗം പോലും ലഹരിയായി മാറാം. ജീവിതത്തിൽ സമതുലിതാവസ്ഥ നിലനിർത്തുകയും സ്വയം തിരിച്ചറിയുകയും ആരോഗ്യപരമായിട്ടുള്ള ശീലങ്ങൾ വളർത്തുകയും ആവശ്യമായപ്പോൾ സഹായം തേടുകയും ചെയ്യുന്നത് ആണ് ഏറ്റവും നല്ല പ്രതിരോധം. ലഹരി അത് ഇത് ഉപയോഗിക്കുന്ന വ്യക്തികളിലും അതെന്ത് രീതിയിലാണെങ്കിലും, അത് വസ്തുക്കളോടായാലും പെരുമാറ്റങ്ങളോടായാലും ചില അപകട സൂചനകൾ കാണിക്കുന്നുള്ളതാണ്. ഇതിനെ നമ്മൾ പെട്ടെന്ന് തന്നെ തിരിച്ചറിയണം എന്നുള്ളതാണ്. അതാണ് ഈ ഒരു മോഡ്യൂൾ 6 നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ ഈ മോഡ്യൂൾ പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ ഏതാണ്ട് എന്തൊക്കെയാണ് ഒരാൾ ലഹരിക്ക് അടിമപ്പെട്ട് കഴിഞ്ഞാൽ കാണിക്കുന്ന വാർണിംഗ് സൈൻസ്, അപകട സൂചനകൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ ലഹരി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവരുടെ ശരീരത്തിൽ ഫിസിക്കലായിട്ടും വൈകാരികമായിട്ടും പെരുമാറ്റപരമായിട്ടും സാമൂഹികമായിട്ടും എന്തൊക്കെ മാറ്റങ്ങളുണ്ടാവും എന്നതിനെക്കുറിച്ച് നമ്മൾ തിരിച്ചറിയും. എങ്ങനെയാണ് നമ്മൾ ഒരു അഡിക്ഷനെയും ഇത് വെറുതെ ഒരു ഹോബി എന്നുള്ള യൂസ് ചെയ്യുന്നതിന് തിരിച്ചറിയാൻ പറ്റും എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. എപ്പോഴാണ് ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് നമ്മൾ സ്വീകരിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് അറിയും. പിന്നെ നമുക്ക് നമ്മളെ കൂട്ടത്തിലൊക്കെ ആർക്കെങ്കിലും ലഹരിക്ക് അടിമപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ ഇതിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള, അവർക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു കോൺഫിഡൻസ് കൈവരിക്കാൻ പറ്റും. എന്തുകൊണ്ടാണ് നമ്മൾ
ഈ ലഹരിക്ക് അടിമപ്പെട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ഒരാൾ എന്തിനെങ്കിലും അടിമപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് നേരത്തെ തിരിച്ചറിയേണ്ടത്. നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും, ഈ പറയുന്ന ഞാൻ പോലും, നമ്മൾ ഒരു അഡിക്ഷൻ അത് വളർന്ന് പന്തലിച്ച് അത് വലിയൊരു പ്രശ്നമായി മാറുമ്പോഴാണ് പലപ്പോഴും തിരിച്ചറിയുക എന്നുള്ളതാണ്. അതിനൊരു ഏർലി സ്റ്റേജിൽ നമ്മൾ തിരിച്ചറിയാനില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു പ്രമേഹമാണെങ്കിലും ഒരു ബ്ലഡ് പ്രഷർ ആണെങ്കിലും ക്യാൻസർ ആണെങ്കിലും അതിൻ്റെ ഏർലി ഘട്ടത്തിൽ തിരിച്ചറിയുകയാണെങ്കിൽ അതിനനുസരിച്ച് ഉചിതമായി ട്രീറ്റ്മെൻറ്റൊക്കെ കൊടുക്കുകയാണെങ്കിൽ അത് പൂർണ്ണമായും ഭേദമാക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരാൾ ലഹരി ഉപയോഗിക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനകൾ നമ്മൾ നേരത്തെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഭാവിയിലുണ്ടാകുന്ന വലിയ വലിയ അപകടങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. നമുക്ക് ഒരു റൂമിൽ നിന്ന് ഒരു പുകപടലം വന്നുകൊണ്ടിരിക്കുകയാണ്. ആ വീട് മുഴുവൻ കത്ത് നശിച്ചിട്ട് അതിനെ അണക്കാൻ വേണ്ടി നിങ്ങൾ നോക്കാറുണ്ടോ? ഒരിക്കലും ഇല്ലല്ലോ. ഇതേപോലെ തന്നെയാണ് നമ്മൾക്ക് ഇതുപോലുള്ള എന്തെങ്കിലും ലക്ഷണങ്ങൾ നമ്മളുടെ കുട്ടികളിലോ മുതിർന്നവരിലോ നിങ്ങളുടെ സുഹൃത്തുക്കളിലോ കാണുകയാണെങ്കിൽ അതിനെ തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് ഈ ഒരു ചെറിയ പുകപ്പത്തെ കെടുത്തിയതുപോലെ കെടുത്തണം എന്നുള്ളതാണ്. പെട്ടെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് ഒരു ജീവൻ രക്ഷപ്പെടുത്താൻ പറ്റും എന്നുള്ളതാണ്. ഇന്ന് നിങ്ങളുടെ വീട്ടിലൊക്കെ ഒരുപാട് ആൾക്കാർക്ക് പല അസുഖങ്ങളും വന്നിട്ടുണ്ടാവുമല്ലോ. എന്തെങ്കിലും ഒരു അസുഖം അത് നേരത്തെ കണ്ടെത്തിയത് കൊണ്ട് അത് വല്ലാതെ മൂർജിക്കാതെ പോയൊരു സാഹചര്യത്തെക്കുറിച്ചൊന്ന് ചിന്തിക്കാം. അങ്ങനത്തെ ഒരു ഉദാഹരണം നിങ്ങൾ എഴുതി വെക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറയാം, പണ്ടൊരു പേഷ്യൻ്റ് എൻ്റെ അടുത്ത് വന്നിട്ട്, ഡോക്ടറെ എനിക്കൊരു സ്കാൻ ചെയ്ത് തരി, എനിക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടോ എന്ന് കാണാൻ വേണ്ടിയാണെന്ന് ചോദിച്ചു. ഞാനൊരു സ്കാനിങ്ങിന് എഴുതി. ആ റിസൾട്ട് വന്നപ്പം അവർക്ക് കിഡ്നിയിൽ ക്യാൻസറായിരുന്നു. തുടക്കമാണ്, ഓപ്പറേഷൻ ചെയ്തു, കിഡ്നി കളഞ്ഞു. ഇന്നും ആ ഒരു മനുഷ്യൻ എത്രയോ വർഷങ്ങളായിട്ട് സുഖകരമായിട്ട് ഒരു പ്രശ്നമില്ലാതെ ജീവിച്ചു പോകുന്നുണ്ട്. തീർച്ചയായിട്ടും ലഹരിയുടെ ഉപയോഗം നമ്മുടെ ശരീരത്തിൽ കാണിക്കുന്ന ചില അപകട സൂചനകൾ എന്തൊക്കെയാണ്? ഒരാൾക്കൊരു പ്രശ്നമുണ്ട് എന്ന് പറയുന്നതിന് മുമ്പ് തന്നെ ശരീരം ചില ലക്ഷണങ്ങൾ കാണിക്കുന്നുള്ളതാണ്. എന്തൊക്കെയാണ്? കണ്ണിങ്ങനെ ചുവന്നു വരിക, ഉറക്കത്തിൽ മാറ്റം വരിക, പെട്ടെന്ന് നമ്മുടെ ശരീരത്തിൽ ചിലപ്പോൾ ഭാരം കുറയാം, ചിലപ്പോൾ ഭാരം കൂടിയെന്ന് വരാം, ശരീരഭാരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ, വ്യക്തിത്വ ശുചിത്വത്തിലുണ്ടാകുന്ന കുറവ്, വാക്കുകൾ സംസാരിക്കുമ്പോൾ ഇങ്ങനെ കൊഴിഞ്ഞു പോവുക, കൈ വിറയൽ അനുഭവപ്പെടുക, ഇടയ്ക്കിടെ പല അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കുക, പിന്നെ കാരണമില്ലാത്ത പല പരിക്കുകളും സംഭവിച്ചുകൊണ്ടിരിക്കുക, സ്ഥിരമായിട്ടുള്ള ക്ഷീണം. ഒരു ലക്ഷണം മാത്രം കണ്ടാൽ ലഹരി എന്ന് പറയാനാവില്ല. പല ലക്ഷണങ്ങൾ ഒന്നിച്ചിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞ ഒരുപാട് ലക്ഷണങ്ങൾ പറഞ്ഞല്ലോ. ഇതേ ലക്ഷണങ്ങൾ കാണിക്കുന്ന മറ്റ് ശാരീരിക അസുഖങ്ങളെക്കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്ക്. ഇപ്പോൾ രക്തക്കുറവുണ്ട്, അല്ലെങ്കിൽ ക്യാൻസർ ഉണ്ട്, അവരൊക്കെ കാണിക്കുന്ന ഇതുപോലെ ലക്ഷണങ്ങളല്ലേ? ഇതുപോലെ തന്നെയാണ് അഡിക്ഷനും. ഇതുപോലെ തന്നെയുള്ള രോഗമാണ് അഡിക്ഷനും. അത് വെറും ഒരു മാനസിക രോഗമാണെന്ന് പറയാൻ പറ്റില്ല. അത് നമ്മുടെ ശരീരത്തിൽ തന്നെ കാണുന്ന ലക്ഷണങ്ങളാണ് ഈ കാണിക്കുന്നത്. അത്തരമൊരു ഘട്ടത്തിൽ തീർച്ചയായിട്ടും ഒരു പ്രൊഫഷണലായിട്ടുള്ള എവാലുവേഷൻ ഇതിലാവശ്യമാണ്. ഇനി ഒരു ലഹരി കടിമപ്പെട്ട ഒരാൾക്കുണ്ടാകുന്ന വൈകാരികവും പെരുമാറ്റപരമായിട്ടുള്ള അപകട സൂചനകൾ എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും ശാരീരികമായിട്ടുള്ളൊരു മാറ്റത്തിന് മുമ്പേ കാണിക്കുന്നത് പലപ്പോഴും ഈ പെരുമാറ്റത്തിലും വൈകാരികവുമായിട്ടുള്ള മാറ്റങ്ങളായിരിക്കും. മാറി മറിയുന്ന മാനസികാവസ്ഥകൾ, ചിലപ്പോൾ പെട്ടെന്ന് ദേഷ്യം വരിക, ചിലപ്പോൾ വിഷാദത്തിലേക്ക് പോവുക, ഇതുപോലുള്ള ആശയങ്ങൾ. പിന്നെ പെട്ടെന്ന് ദേഷ്യം വരിക, ഒരു രഹസ്യ സ്വഭാവം, ഇതൊക്കെ രഹസ്യമാക്കി വെക്കുക, കള്ളം പറയുക, പഠനങ്ങൾ ഒഴിവാക്കുക, പണത്തിൻ്റെ പ്രശ്നങ്ങൾ, ഉത്തരവാദിത്തങ്ങൾ അവഗണിക്കുക, പിന്നെ മുമ്പൊക്കെ ഉള്ള പല പഴയ ഹോബികളും ഉപേക്ഷിക്കുന്ന അവസ്ഥ. ഒന്ന് ചോദിക്കുക, നിങ്ങൾ അറിയുന്ന ആരെങ്കിലും വ്യക്തികളിൽ ഇതുപോലെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഇന്ന് നിങ്ങൾക്കുള്ള ഒരു ആക്ടിവിറ്റി എന്താണ്? ആരോഗ്യപരമായിട്ടുള്ള എന്തെങ്കിലും പെരുമാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അനുവർത്തിക്കാൻ പറ്റുള്ള 5 പെരുമാറ്റങ്ങൾ, ഇതുപോലുള്ള ലഹരിക്ക് അടിമപ്പെടുന്നത് കുറക്കാൻ പറ്റിയ കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും?
ലഹരി ഉപയോഗം കൊണ്ട് നമ്മൾ സാമൂഹികവും വിദ്യാഭ്യാസപരമായിട്ടുള്ള ചില മുന്നറിയിപ്പുകൾ അവ നൽകും എന്നുള്ളതാണ്. എല്ലാ അഡിക്ഷനും, അതിന് ഫോണിനോടുള്ള അഡിക്ഷനായാലും MDMA അഡിക്ഷനായാലും ചിലപ്പോൾ മറ്റെന്ത് കാര്യത്തിലുള്ള അഡിക്ഷനായാലും ഇത് കുട്ടികളിലൊക്കെ പ്രത്യേകിച്ച് സാമൂഹിക വിദ്യാഭ്യാസപരം മുന്നറിയിപ്പുകൾ നൽകുന്നുള്ള. ലഹരി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും ബാധിക്കുന്നൊരു വിപത്താണ്. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? പുതിയ സംശയാസ്പദമായിട്ടുള്ള സുഹൃത്തുക്കൾ. പരീക്ഷയിൽ പണ്ടൊക്കെ നന്നായി പഠിച്ച കുട്ടിയാണ്, മാർക്ക് കുറഞ്ഞുകൊണ്ട് വരികയാണ്. ക്ലാസ്സുകൾ ഇടയ്ക്കിടയ്ക്ക് ഒഴിവാക്കുക, കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക, ഒറ്റപ്പെട്ട് ജീവിക്കുന്ന, ഐസൊലേറ്റ് ചെയ്യുന്ന സാഹചര്യം, മറ്റുള്ളവരിൽ വിശ്വാസം നഷ്ടപ്പെടുക, പിന്നെ ഒരുപാട് ലീഗൽ ഇഷ്യൂസ്, നിയമപ്രശ്നങ്ങൾ. ഇന്നത്തെ ഒരു ആക്ടിവിറ്റി എന്താണ്? നിങ്ങൾ ഗ്രൂപ്പായിട്ട് ഈ ഒരു കാര്യം ചർച്ച ചെയ്യുക. എങ്ങനെ ഒരു നല്ല സൗഹൃദം ഈ അഡിക്ഷനിൽ നിന്ന് ഒരു ജനക്കൂട്ടത്തെ സഹായിക്കും, ഹെൽപ്പ് ചെയ്യും, ഒന്ന് ചർച്ച ചെയ്യും. തീർച്ചയായിട്ടും നമ്മുടെ മുമ്പിൽ വലിയൊരു ചോദ്യമാണ്. ക്യാൻസറിനേക്കാളും ഹൃദയാഘാതത്തെക്കാളും അപകടകരമായി നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും സമൂഹത്തെയും ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലഹരി എന്ന ഭവിഷ്യത്തിൽ നമ്മുടെ ഒരു സുഹൃത്തിനെ നമുക്ക് എങ്ങനെ സഹായിക്കാൻ പറ്റും? ഒരു ക്യാൻസർ രോഗി വന്നാൽ നിങ്ങൾ അവരെ രക്ഷപ്പെടുത്താനും അവരെ പരിചരിക്കാനും വേണ്ടി നോക്കില്ലേ? മിക്ക വിദ്യാർത്ഥികളും ചോദിക്കുന്നൊരു ചോദ്യമാണ്, മിക്ക ചെറുപ്പക്കാർ ചോദിക്കുന്ന ചോദ്യമാണ്, ഞാൻ എന്ത് ചെയ്യണം? എൻ്റെ സുഹൃത്ത് ലഹരി ഉപയോഗിക്കുന്നു. എനിക്ക് പറയാനുള്ളത്, ഒരു കാരണവശാലും നിങ്ങൾ പാനിക്കാവരുത്, അവരെ കുറ്റപ്പെടുത്തരുത്, അവരോട് വഴക്കിടരുത്. പകരം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? അവരെ ശ്രദ്ധയോടെ കേൾക്കുക, അവർക്കുള്ള ഒരു കെയറിങ്, ഒരു കരുതൽ നിങ്ങൾ പ്രകടിപ്പിക്കുക, അവർക്ക് ചികിത്സ തേടാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുക. അവരുടെ ജീവന് അപകടമുണ്ടെങ്കിൽ വിശ്വസനീയരായ മുതിർന്നവരെ അറിയിക്കുക. നിങ്ങൾ ഒരു സുഹൃത്താണ്, ഒരു ഡോക്ടറല്ല. ഇന്നത്തെ ഒരു ആക്ടിവിറ്റി, സ്റ്റുഡൻ്റ് അവൻ്റെ ഒരു സുഹൃത്തിനെക്കുറിച്ച് ഭയങ്കര വെറീഡാണ്. സ്റ്റുഡൻറ്റ് B, അതാണ് ആ ഫ്രണ്ട്. അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സപ്പോർട്ടീവ് കോൺവെർസേഷൻ, ആശയവിനിമയത്തെക്കുറിച്ചൊന്ന് പ്രാക്ടീസ് ചെയ്യൂ. എങ്ങനെ അവരെ സഹായിക്കാമെന്നതിനെക്കുറിച്ച് നേരത്തെ പറഞ്ഞ സ്റ്റെപ്പുകൾ വെച്ചിട്ട്. ആ ലഹരിക്ക് അടിമപ്പെട്ട് കഴിഞ്ഞാൽ, അതെന്ത് ലഹരിയാണെങ്കിലും എപ്പോൾ ചികിത്സ തേടണം. എത്ര ശ്രമിച്ചിട്ടും നിർത്താൻ കഴിയാത്ത സാഹചര്യം, പഠനത്തെയും ജോലിയെയും അത് ബാധിക്കുന്നു. പിന്നെ ഇത് നിർത്തിക്കഴിഞ്ഞാൽ അത് വീണ്ടും കിട്ടാൻ വേണ്ടിയിട്ടുള്ള വിത്ത്ഡ്രോവൽ ലക്ഷണങ്ങൾ കാണിക്കുക, അമിത അളവിൽ ഉപയോഗിച്ചു കൊണ്ടിരിക്കുക, ആത്മഹത്യാ ചിന്തകൾ പെരുകി വരിക, ആക്രമിക്കുന്നൊരു സ്വഭാവം ഉണ്ടാകുക, പിന്നെ ആരോഗ്യനില മോശമാകുക. ഈ സമയത്തൊക്കെ സഹായം തേടൽ ഒരു ബലഹീനത അല്ല, അതൊരു കരുത്താണ്. അങ്ങനെ നമ്മൾ മോഡ്യൂൾ 9 അവസാനത്തേക്ക് എത്തിയിരിക്കുകയാണ്. കുറച്ച് പ്രാക്ടിക്കൽ അസൈൻമെൻറ്റ് പൂർത്തീകരിച്ചിട്ട് ഈ പഠിച്ച കാര്യങ്ങൾ നമ്മളിൽ നിന്ന് കെയർ ആഗ്രഹിക്കുന്ന വ്യക്തികളുടെയും ജീവിതത്തിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഒരു ഏർലി വാർണിംഗ് സൈൻ ചെക്ക് ലിസ്റ്റ്, ഇപ്പോൾ നിങ്ങൾക്കൊക്കെ ഏതെങ്കിലും ഫ്രണ്ട്സൊക്കെ ഉണ്ടാവും ഇതേപോലത്തെ ലക്ഷണങ്ങളൊക്കെ ഉണ്ടാവുന്ന, അപ്പം ഇതുപോലെ ചെടുക്കൊക്കെ കുറച്ച് ലഹരിയൊക്കെ ഉപയോഗിച്ചെന്ന് പറയുന്നുണ്ടാവും. ഈ ഫിക്ഷണൽ കേസ് സ്റ്റഡി റിപ്പോർട്ട് പോലെ അവരെ കാര്യങ്ങൾ നോക്കുക. അവർ കണ്ട ഫിസിക്കൽ വാർണിംഗ് സൈൻസ് എന്തൊക്കെയായിരുന്നു, അവരെ പെരുമാറ്റത്തിലുണ്ടായ വാർണിംഗ് സൈൻ എന്താ, അവരുടെ ശരീരത്തിൽ എന്ത് കണ്ടു, അവർക്ക് വൈകാരികമായിട്ട് എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായത്, ഓക്കെ, സാമൂഹികമായിട്ട് അവരുടെ ഇടപെടലുകളിലൊക്കെ എന്ത് മാറ്റങ്ങളുണ്ടായി, ഇനി എന്ത് നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കാൻ പറ്റും എന്നതിനെക്കുറിച്ച് നിങ്ങളൊന്ന് റിസർച്ച് നടക്കുക. നമുക്ക് അവർക്ക് വേണ്ടത് സഹായമാണ്. ഓക്കെ, ലഹരി എന്ന് പറഞ്ഞാൽ സാധാരണമായി ക്രമേണ വികസിക്കുന്ന അവസ്ഥയാണ്.
ശാരീരികവും മാനസികവും പെരുമാറ്റവും സാമൂഹികവുമായ മാറ്റങ്ങൾ നേരത്തെ തിരിച്ചറിയാൻ കഴിഞ്ഞാൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഒഴിവാക്കാൻ കഴിയും. കൂടുതൽ സമയോചിതമായ പിന്തുണയും പ്രൊഫഷണൽ ചികിത്സയും ഒരാളുടെ ജീവിതം മാറ്റിമറിക്കാൻ നമ്മൾ സഹായിക്കും എന്നുള്ളതാണ്. ലഹരി മനുഷ്യരുണ്ടാക്കുന്ന അപകടാവസ്ഥകൾ നമുക്കറിയാം. തീർച്ചയായിട്ടും ഈ ലഹരിയിൽ നിന്ന് തടഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ പറ്റിയ കുറച്ച് ആൾട്ടർനേറ്റീവ്സ് സ്കിൽസാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ഈ ഒരു മോഡ്യൂൾ നമ്മളതാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഈ മോഡ്യൂൾ നമ്മൾ പൂർത്തീകരിക്കുമ്പോൾ നമുക്ക് എല്ലാ ലഹരി വസ്തുക്കളോടും നോ എന്ന് പറയാൻ നമുക്ക് സാധിക്കുമെന്നുള്ളതാണ്. ജീവിതത്തിൽ സമ്മർദ്ദങ്ങൾ ഉണ്ടാകുമ്പം ലഹരിക്ക് പകരം ആരോഗ്യപരമായിട്ടുള്ള ഒരു ആൾട്ടർനേറ്റീവ് കണ്ടെത്താൻ നമുക്ക് സാധിക്കുമെന്നുള്ളതാണ്. മറ്റ് മനുഷ്യരുണ്ടാകുന്ന ലഹരി ഉപയോഗിക്കാനുള്ള സമ്മർദ്ദങ്ങളെ തിരിച്ചറിയാനും അതിനനുസരിച്ച് നടപടിയെടുക്കാനും പറ്റുമെന്നുള്ളതാണ്. നമ്മുടെ സെൽഫ് എസ്റ്റീം, ആത്മ അവബോധം ഇമ്പ്രൂവ് ചെയ്യാനും അതിനനുസരിച്ച് ഉചിതമായുള്ള തീരുമാനമെടുക്കാൻ നമുക്ക് സാധ്യമാവുമെന്നുള്ളതാണ്. ഒരു ലഹരിയില്ലാത്ത ഒരു ഫ്രീ ജീവിതശൈലി തിരഞ്ഞെടുക്കാൻ സാധ്യമാവുമെന്നുള്ളതാണ്. നമ്മൾ ജീവിതത്തിൽ കേട്ടിട്ടുണ്ട് ചികിത്സയേക്കാൾ നല്ലത് പ്രതിരോധമാണ് എന്നുള്ളത്. ഇത് ഏറ്റവും കൂടുതൽ ശരിയാവുന്നൊരു മേഖല എവിടെയാണ്? അത് ലഹരി ഉപയോഗമാണ്. ലഹരി വന്ന ശേഷം ചികിത്സിക്കാം എന്ന് നമ്മൾ ചിന്തിക്കരുത്. പക്ഷെ അത് വരാതിരിക്കാൻ ശ്രദ്ധിക്കുന്നത് അതിലും എളുപ്പമാണ്. നമുക്കറിയാം, പല ലഹരിക്ക് അടിമപ്പെട്ടവരെയും ചികിത്സിക്കാൻ വേണ്ടിയിട്ട് ഓരോ കുടുംബങ്ങൾ അവർ ദാരിദ്ര്യത്തിലേക്കും കഷ്ടപ്പാടിലേക്കും നീങ്ങുന്ന സാഹചര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഒരാൾ വന്നു, അയാൾ കരയാണ്. സ്വന്തം ജ്യേഷ്ഠൻ ലഹരിക്ക് അടിമപ്പെട്ടു പോയിട്ടുണ്ട്. ആ ജ്യേഷ്ഠനെ എങ്ങനെയെങ്കിലും ഒന്ന് മോചിപ്പിക്കാൻ വേണ്ടി നാട്ടുകാർ പറയും അതൊന്ന് കഴിഞ്ഞ് കിട്ടിയിരുന്നെങ്കിൽ എന്ന് പറയും. ഇവൻ പറയാ, അങ്ങനെ അങ്ങ് ചിന്തിക്കാൻ പറ്റുമോ, എൻ്റെ കൂടപ്പിറപ്പായി പോയില്ലേ എന്ന്. ഈ ഒരു വികാരമാണ് ലഹരിക്ക് അടിമപ്പെട്ടവരെ അവരിത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടും ചികിത്സിക്കാൻ തയ്യാറാവുന്നത്. നമ്മുടെ ജീവിതത്തെ ഒരു മനോഹരമായ പൂന്തോട്ടമായി ചിന്തിക്കാം. അവിടെ കളകൾ ഇങ്ങനെ വളരുകയാണ്. ആ കളകളെ ഓരോ ദിവസവും നീക്കിക്കഴിഞ്ഞാൽ ആ പൂന്തോട്ടം മനോഹരമാകും. അവയെ അവഗണിച്ചാൽ ആ പൂന്തോട്ടം മുഴുവനും നശിച്ചു എന്ന് വരും. നമ്മുടെ ജീവിതത്തിലെ തെറ്റായ ശീലങ്ങളും ലഹരിയും അതുപോലെയുള്ള കളങ്ങളാണ്. തീർച്ചയായിട്ടും ഇന്നത്തെ ഒരു ആക്ടിവിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഈ ഒരു വർഷത്തെ കരുത്തുറ്റതാക്കാൻ സഹായിക്കുന്ന ആരോഗ്യപരമായിട്ടുള്ള ശീലങ്ങൾ ഏതൊക്കെയാണ്? തീർച്ചയായിട്ടും ലഹരി ഉപയോഗിക്കുമ്പം ഏറ്റവും കൂടുതൽ നമുക്ക് ഒഴിവാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സുഹൃത്തുക്കളിൽ നിന്നുള്ള സമ്മർദ്ദമാണ്. എങ്ങനെയാണ് സുഹൃത്തുക്കളുടെ സമ്മർദ്ദങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റുക? ചിലപ്പം ചില സുഹൃത്ത് പറയും, എടാ ഒറ്റ പ്രാവശ്യം ഒന്ന് പരീക്ഷിച്ച് നോക്കണം എന്ന് പറയും. ചിലപ്പോൾ ഇതൊന്നും പറയാതെ തന്നെ മാത്രം ചില സമ്മർദ്ദം ഉണ്ടാവും. ഇനിയിപ്പോൾ എന്നെ ഒഴിവാക്കുകയാണല്ലോ എന്ന രീതിയിൽ സമ്മർദ്ദം ഉണ്ടാക്കിയെന്ന് വരാം. ഒരു യഥാർത്ഥ സുഹൃത്ത് ആരാണ്? നിങ്ങളെ ശരീരത്തിനോ നിങ്ങളെ ജീവിതത്തിനോ ഹാനികരമായ ഒരു കാര്യത്തിലേക്കും പോവാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരാളായിരിക്കും യഥാർത്ഥ സുഹൃത്ത് എന്ന് പറഞ്ഞാൽ. അല്ലാതെ ഇതിലേക്ക് തള്ളി നിൽക്കുന്ന ആളാവില്ല. തീർച്ചയായിട്ടും നിങ്ങൾക്കുണ്ടല്ലോ ഒരുപാട് കൂട്ടുകാർ. നിങ്ങളെ ഒരു 5 ക്ലോസസ്റ്റ് ഫ്രണ്ട്സിനെ ഒന്ന് നിരീക്ഷിച്ച് അവരിലെ ഓരോരുത്തരിലുമുള്ള ഒരു പോസിറ്റീവ് ക്വാളിറ്റി ഒന്ന് വിലയിരുത്തുക. തീർച്ചയായിട്ടും മനുഷ്യന് ഏറ്റവും കൂടുതൽ പറയാൻ പേടിയുള്ളൊരു ഭയം, ഏറ്റവും ശക്തമായിട്ടുള്ള വാക്ക് അത് ഇല്ല എന്നുള്ളതാണ്. നോ എന്ന് പറയണം. ആത്മവിശ്വാസത്തോടെ നോ എന്ന് പറയാൻ പഠിച്ചാൽ ഒരു മനുഷ്യനും ലഹരിക്ക് അടിമപ്പെടില്ല എന്നുള്ളതാണ്. നമുക്ക് മനുഷ്യർ അനുവർത്തിക്കുന്ന കുറച്ച് കോൺഫിഡൻ്റ് ആയിട്ടുള്ള കുറച്ച് പദങ്ങൾ പറയാം. തീർച്ചയായിട്ടും ഒരാൾ നിങ്ങൾ ലഹരിയോടും ഉപയോഗിക്കാൻ വേണ്ടി പറയുമ്പോൾ നിങ്ങൾ അവരോട് പറയാം, എനിക്കത് വേണ്ട, ഞാനത് ഒരു കാരണവശാലും ഉപയോഗിക്കില്ല. ഇപ്പം ഒരാൾ ലഹരി ഉപയോഗിക്കുമ്പം നിങ്ങൾ പറയാം, നോ, എനിക്ക് എൻ്റെ ഭാവിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നിങ്ങളുടെ സുഹൃത്ത് നിങ്ങളിലേക്ക് ഒരു ലഹരി വസ്തുവായിട്ട് വരികയാണ്, ഇതൊന്ന് ഉപയോഗിച്ച് നോക്കടാ എന്ന് പറയുമ്പം നിങ്ങൾ, എൻ്റെ കുടുംബത്തിൻ്റെ വിശ്വാസം ഞാൻ നഷ്ടപ്പെടുത്തില്ല. ഒരാൾ നിങ്ങളിലേക്ക് എന്തെങ്കിലും ലഹരി വസ്തുവായിട്ട് വരികയാണ്, നിങ്ങൾ ആരോഗ്യം പറയാണ്,
എൻ്റെ ആരോഗ്യം ഞാൻ ഒരിക്കലും അപകടത്തിലാക്കൂല മോനെ, എൻ്റെ അടുത്ത് ഈ വിളവ് എടുത്ത് നീ വരണ്ട, നീ അങ്ങ് പോയിക്കോ, എനിക്ക് ഇമ്പോർട്ടൻ്റ് എൻ്റെ ആരോഗ്യമാണ്. നമുക്ക് മറ്റൊരു കാര്യം ചെയ്യാം. എന്തിനാണ് ലഹരി? നമുക്കിതാ വാ കണ്ടോ, ഈ ഗാർഡനിൽ വന്ന് നമ്മൾ ഇങ്ങനെ പ്രകൃതി ആസ്വദിക്കുന്നില്ലേ, അതുപോലെ ആസ്വദിക്കാം. നമ്മൾ ജീവിതത്തിൽ ആത്മവിശ്വാസത്തോടെ പറയുന്ന ഒരു നോ ഇല്ല എന്നുള്ളത് നമ്മൾ ജീവിതത്തെ രക്ഷപ്പെടുത്തുമെന്നുള്ളതാണ്. ഇന്ന് നമുക്കൊരു റോൾ പ്ലേ എക്സസൈസ് ചെയ്യാം. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളുടെ മുമ്പിലേക്ക് ഓരോരുത്തർ ഇങ്ങനെ ഓരോ ലഹരി വസ്തുക്കളെ പേര് പറഞ്ഞു വരികയാണ്, ഇത് ഉപയോഗിക്കുക എന്ന് പറഞ്ഞിട്ട്. നിങ്ങളതിനോട് ശക്തമായിട്ട് നോ 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 എന്ന് പറയാം. ഇപ്പോൾ ഉദാഹരണത്തിന്, എടാ ഒരു സിഗരറ്റ് വലിക്കടാ, നോ നോ നോ. കുറച്ച് മദ്യമാടാ, 2 പെഗ്ഗല്ലേ, വലിയ പ്രശ്നമൊന്നുമില്ല, നോ നോ നോ. MDMA, എടാ ഒന്ന് പൊളിപ്പിക്കടാ, നല്ല അടിച്ച് പൊളിച്ച് ജീവിച്ചൂടെ, എന്തൊരു ഹാപ്പി ആയിരിക്കും, കുറച്ച് MDMA ഉപയോഗിച്ചോ, നോ നോ നോ. വെയ്പ്പിംഗ്, ഇത് സിഗരറ്റിൻ്റെ അത്ര വലിയ അപകടമുള്ള കാര്യമൊന്നും അല്ലടാ, ഒന്നൊന്ന് വലിച്ചു നോക്ക്, എന്താ രസം, നോ 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 നോ. കാനാബീസ്, കഞ്ചാവ്, കുറച്ച് കഞ്ചാവ് അടിച്ചത്, അത് പ്രകൃതിയിൽ നിന്ന് ഈ ചെടികളിൽ നിന്നൊക്കെ ഉണ്ടാക്കുന്ന സാധനമല്ല, ഇതിന് വലിയ സൈഡ് എഫക്റ്റ് ഒന്നുമില്ല, നോ 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 നോ. ഇങ്ങനെ നോ എന്ന് പറയാൻ പഠിക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യന് ലഹരിയിൽ നിന്ന് വിമോചിതരാവാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളൊരു വാക്ക് എന്നുള്ളത്. തീർച്ചയായിട്ടും മനുഷ്യൻ ലഹരിയിലേക്ക് പോകുന്നത് സന്തോഷം കണ്ടെത്താൻ വേണ്ടിയല്ല, പക്ഷേ സന്തോഷം നഷ്ടപ്പെടുന്ന പല കാര്യങ്ങളിൽ നിന്ന് മോചിതരാവാൻ വേണ്ടിയാണ്, സമ്മർദ്ദങ്ങൾ നിയന്ത്രിക്കാൻ വേണ്ടിയാണ്. ലഹരി ഇല്ലാതെ നമുക്ക് എങ്ങനെ സമ്മർദ്ദങ്ങൾ നിയന്ത്രിക്കാൻ പറ്റും? മനുഷ്യ ജീവിതത്തിൽ സമ്മർദ്ദങ്ങൾ ഉണ്ടാകുമോ? സ്ട്രെസ് ഉണ്ടാകുമോ? ജീവിതത്തിലെ A to Z ഓരോ മനുഷ്യന് ജീവിതത്തിൽ മാനസിക സമ്മർദ്ദങ്ങൾ അനുഭവിക്കുന്നുണ്ടാവും. അതില്ലാത്തൊരു വ്യക്തി പോലും ഉണ്ടാവില്ല. ഒരു ആരോഗ്യമുള്ള മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ സമ്മർദ്ദങ്ങൾ ഒഴിവാക്കുകയോ അല്ലെങ്കിൽ സമ്മർദ്ദങ്ങളെ അതിജീവിക്കാൻ വേണ്ടി ലഹരിയിലേക്ക് പോവുകയല്ല ചെയ്യുക, അവരതിനെ ബുദ്ധിപൂർവ്വം മാനേജ് ചെയ്യാണ് ചെയ്യുക. എന്തൊക്കെയാണ് ആരോഗ്യപരമായിട്ടുള്ള ഈ സമ്മർദ്ദങ്ങളെ മാനേജ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ? ഒന്ന്, വ്യായാമം, ശ്വാസന എക്സസൈസ്, ഡീപ്പ് ബ്രീത്തിങ് എക്സസൈസ്, നടക്കുക. നമ്മളിപ്പോൾ പാർക്കിലൂടെ കുറച്ച് നടക്കാൻ വേണ്ടി വന്നതാണ്. നല്ലൊരു ഫ്രണ്ടിനെ വിളിച്ചിട്ട് കാര്യങ്ങൾ സംസാരിക്കുക, പ്രാർത്ഥിക്കാം, എന്തെങ്കിലുമായിട്ട് പ്രാർത്ഥിക്കല്ല, ആത്മാർത്ഥതയോടെ നല്ല ഫോക്കസ്ഡായിട്ട് പ്രാർത്ഥിക്കുക, മെഡിറ്റേഷൻ ചെയ്യുക, നല്ലൊരു പാട്ട് കേൾക്കുക, വായിക്കുക, നമ്മുടെ സമയത്തെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കുക, ജീവിതത്തിൽ ലക്ഷ്യങ്ങൾ ഉണ്ടാവുക, ആ ലക്ഷ്യങ്ങൾ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് പ്രയോറിറ്റി കൊടുക്കുക. ഇതൊക്കെ നമുക്ക് എന്താണ് ആരോഗ്യപരമായിട്ടുള്ള ലഹരിക്ക് വേണ്ടിയിട്ടുള്ള ബദലുകളാണ്. നമ്മുടെ ജീവിതത്തിലെ സമ്മർദ്ദങ്ങളെ നമ്മൾ കോപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന അനാരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആൽക്കഹോൾ, ഡ്രഗ്സ്, അല്ലേ, മദ്യം, മറ്റ് വസ്തുക്കൾ, പുകവലി, വെറുതെ ഇങ്ങനെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുക, ഇതൊക്കെ അനാരോഗ്യപരമാണ്. ആരോഗ്യപരമായിട്ടുള്ള ബദലുകൾ നമ്മൾ ആരോഗ്യത്തെ മെച്ചപ്പെടുത്തും. ലഹരി ഒരിക്കലും പ്രശ്നം പരിഹരിക്കില്ല, അത് കുറച്ച് സമയത്തേക്കൊന്ന് മെല്ലെ മാറ്റി തരിക മാത്രമേ ചെയ്യുള്ളൂ. തീർച്ചയായിട്ടും ഇന്നത്തെ ഒരു ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും മാനസിക സമ്മർദ്ദങ്ങളുണ്ടാവും. ഈ സമ്മർദ്ദങ്ങൾ ഉണ്ടാകുമ്പം അതിൽ നിന്ന് സർവൈവ് ചെയ്യാൻ വേണ്ടി, രക്ഷപ്പെടാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന സ്ട്രെസ് സർവൈവൽ കിറ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പാട്ട് പാടുകയാണെങ്കിൽ നിങ്ങൾ പാട്ട് പാടിക്കോ, ഗെയിം ഫുട്ബോൾ കാണുകയാണെങ്കിൽ ഫുട്ബോൾ കണ്ടോ, എന്താണോ നിങ്ങൾക്ക് സർവൈവ് ചെയ്യാൻ സഹായിക്കുന്നത് അത് ഒരു കിറ്റ് ഉണ്ടാക്കിയെടുക്കാം. എന്നിട്ട് പലപ്പോഴായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സമ്മർദ്ദങ്ങൾ വരുമ്പം അത് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. ആ ഒരു 5 അങ്ങനത്തെ മെത്തേഡ്സുകൾ നിങ്ങളോട് എഴുതി വെക്കണം. അപ്പോഴേ നമുക്ക് നമ്മൾ ഈ എടുക്കുന്ന ഈ ഒരു സംഭവത്തിന് ഒരു അർത്ഥം ഉണ്ടാവുള്ളൂ. തീർച്ചയായിട്ടും ഈ മരം നോക്ക്, എന്താ ഉറച്ച മരം. ഒരു ആത്മവിശ്വാസവും ആത്മ അവബോധവും ഉള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മുമ്പിലേക്ക് എന്ത് ഡ്രഗ് ആര് വന്നാലും അവരുടെ ഇതിനെ ഇളക്കി മാറിയുന്ന രീതിയിൽ എന്ത് ഇത് വന്നു കഴിഞ്ഞാലും ഒരു കൂസലും ഇല്ലാതെ അവിടെ പിടിച്ചു നിൽക്കുന്നുള്ളതാണ്. അതിന് വേണ്ടത് നമുക്കൊരു സെൽഫ് എസ്റ്റീം അല്ലെങ്കിൽ ആത്മ അവബോധം, ആത്മവിശ്വാസം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. തീർച്ചയായും ആത്മവിശ്വാസമുള്ളൊരു മനുഷ്യന്, സ്വന്തത്തോട് പ്രേരണയുള്ള ഒരു മനുഷ്യന് ജീവിതത്തിൽ എപ്പോഴും ആരോഗ്യപരമായിട്ടുള്ള ചോയ്സുകളായിരിക്കും തിരഞ്ഞെടുക്കുക. നമ്മുടെ സെൽഫ് എസ്റ്റീം എന്ന് പറയുന്നത് നമ്മളോട് ചെയ്യുന്ന വാഗ്ദാനങ്ങൾ നിറവേറ്റും വേണം.
നമുക്ക് എന്തൊക്കെ ചെയ്യാം? വേണമെങ്കിൽ പുതിയ എന്തെങ്കിലും സ്കില്ല് പഠിച്ചെടുക്കാം, നിത്യേന വ്യായാമം ചെയ്യുക, നമുക്കുണ്ടായ തെറ്റുകൾ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക, നമുക്കുണ്ടാവുന്ന കൊച്ചു കൊച്ചു വിജയങ്ങൾ ആഘോഷിക്കുക. നമ്മൾ സമയോചിതമായി ചെയ്യുന്ന തീരുമാനങ്ങളിൽ നിന്നാണ് നമ്മൾ ആത്മവിശ്വാസം വളരുന്നത്. ഇനി തീർച്ചയായിട്ടും നമ്മളെ ഭാവി ഒരു ലഹരി ഇല്ലാത്ത ഭാവി നമുക്ക് രൂപപ്പെടുത്തണം. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് കഴിഞ്ഞ ഒരു 5 ദിവസം അപ്പുറത്തേക്കൊന്ന് ചിന്തിക്കാം. ഏത് തരത്തിലുള്ള ജീവിതമാണ് നിങ്ങളവിടെ ആഗ്രഹിക്കുന്നത്? ആരോഗ്യത്തോടുള്ള ജീവിതമാണോ? വിജയകരമായ ജീവിതമാണോ? സന്തോഷത്തോടുള്ള ജീവിതമാണോ? മറ്റുള്ളവരെ സഹായിക്കുന്ന ജീവിതമാണോ? എന്നിട്ട് നിങ്ങൾ ഒരു നിമിഷം ഒന്ന് നിങ്ങളോട് തന്നെ ചോദിക്കുക, ഈ ഒരു ലക്ഷ്യത്തിലേക്ക് എന്നെ കൊണ്ടു ചെല്ലാൻ, എന്നെ എത്തിക്കാൻ ലഹരി ഒരു സഹായകമാകുമോ? അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ച ഈ ലക്ഷ്യത്തിൽ നിന്ന് എന്നെ അകറ്റാനാണോ ലഹരി സഹായിക്കുക? ഇന്ന് നിങ്ങളെടുക്കുന്ന ഓരോ തീരുമാനവും നിങ്ങളുടെ നല്ല നാളുകളെ കെട്ടിപ്പടുത്താനുള്ളതാണ്. ബുദ്ധിപൂർവ്വം യുക്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കുക. ഇന്നത്തെ നമുക്കുള്ള ഒരു അസൈൻമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരു ഡ്രഗ് ഫ്രീ ആയിട്ടുള്ള ഒരു സക്സസ് ബ്ലൂ പ്രിൻ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ജീവിതത്തിൽ നിങ്ങളുടെ ജീവിത ലക്ഷ്യങ്ങൾ, മൈ ലൈഫ് ഗോൾസ്, എൻ്റെ ജീവിതത്തിലെ മൂല്യങ്ങൾ, മൈ ബിഗ്ഗസ്റ്റ് ടെംപ്റ്റേഷൻസ്, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രലോഭനങ്ങൾ, എന്നെ പിന്തുണക്കുന്നവർ, എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർ, ഞാൻ ദിവസേന ചെയ്യേണ്ട നല്ല ശീലങ്ങൾ, എന്തെങ്കിലും ഒരു അപകടമൊക്കെ ഉണ്ടാകുന്ന സമയത്ത്, എന്തെങ്കിലും സ്ട്രെസ്സൊക്കെ ഉണ്ടാകുമ്പോൾ പാലിക്കേണ്ട ഒരു എമർജൻസി പ്ലാൻ എന്നിവയൊക്കെ നിങ്ങളൊന്ന് എഴുതി വെക്കുക. ലഹരി ഒഴിവാക്കുന്നത് ഇല്ല എന്ന് പറയുന്നതിൽ മാത്രം ഒതുങ്ങുന്നില്ല. അർത്ഥവത്തായ ജീവിതത്തിൽ അതേ പറയുന്നതാണ് യഥാർത്ഥ പ്രതിരോധം. അർത്ഥവത്തായ ജീവിതത്തോട് നമ്മൾ അതേ യെസ് എന്ന് പറയുക. നല്ല ആത്മവിശ്വാസം, വ്യക്തമായ ജീവിത ലക്ഷ്യങ്ങൾ എന്നിവയിലൂടെ ലഹരിയില്ലാത്ത വിജയജീവിതം നമുക്ക് കെട്ടിപ്പടുത്താൻ പറ്റും. ഓരോ രോഗിയെയും നമുക്ക് ആഗ്രഹിക്കുന്നത് റിക്കവറിയാണ്, വീണ്ടെടുപ്പാണ്. ജീവിതത്തിലേക്ക് മടങ്ങി വരാനാണ് നമ്മൾ അവരെ സഹായിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾ ഒരു ആക്സിഡൻ്റ് ആയൊരു വ്യക്തി, അല്ലെങ്കിൽ ഒരു ക്യാൻസർ വന്നൊരു വ്യക്തി, അവരൊക്കെ എങ്ങനെയാണോ നമ്മൾ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നത്, അതേ ശ്രമം ലഹരിക്കടിമപ്പെട്ടവരിലെയും തിരിച്ചു കൊണ്ടുവരാൻ നമുക്കുണ്ടാവണം എന്നുള്ളതാണ്. പലപ്പോഴും അവരോട് ചെറിയൊരു അവഗണന നമ്മുടെ സമൂഹം കാണിക്കുന്നുണ്ട് എന്നുള്ളത് അതുപോലുള്ള കാര്യങ്ങൾ തിരുത്താൻ വേണ്ടി കൂടിയാണ് ഈ ലഹരി വിരുദ്ധ ദിനത്തിൽ ഇതുപോലൊരു കോഴ്സ് ഞാൻ സബ്മിറ്റ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു അഡിക്ഷൻ എന്നുള്ളത് നമുക്ക് ചികിത്സിക്കാൻ പറ്റുന്ന ഒരു മെഡിക്കൽ പ്രശ്നം തന്നെയാണ്. നമ്മൾ ഈ റിക്കവറിയുടെ ഈ വീണ്ടെടുപ്പിൻ്റെ ഏത് സ്റ്റേജിലാണ് എന്നുള്ളത് നമുക്ക് ഈ ഒരു മോഡ്യൂൾ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും. എന്തൊക്കെയാണ് ഡീടോക്സിഫിക്കേഷൻ, ആർക്കൊക്കെയാണ് കൗൺസിലിംഗ് കൊടുക്കേണ്ടത്, എന്തൊക്കെ മെഡിക്കേഷൻസ്, എങ്ങനെയാണ് ഇതിനെ റീഹാബിലിറ്റേഷൻ ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാകും. പിന്നെ വീണ്ടും ഈ ഒരു റിക്കവറി സ്റ്റേജിൽ അഡിക്ഷൻ ഉണ്ടായവർക്ക് അവരോട് എങ്ങനെ നമുക്ക് എമ്പത്തറ്റിക്കലായിട്ട് പെരുമാറാമെന്നതിനെക്കുറിച്ച് നമ്മൾ പഠിക്കും. ഒരു പേഴ്സണൽ റിക്കവറി സപ്പോർട്ട് പ്ലാൻ നമുക്കുണ്ടാക്കിയെടുക്കാൻ പറ്റും. നമുക്ക് അറിയാം ഈ ഒരു ലഹരിയിൽ നിന്ന് മോചിതരായിരുന്ന അതിൽ നിന്നൊരു വീണ്ടെടുപ്പ് സാധ്യമാണ് എന്നുള്ളതാണ്. പലരെയും ഒരു ധാരണ എന്താണ്, ലഹരിക്ക് അടിമപ്പെട്ട ആ വ്യക്തി ഒരിക്കലും രക്ഷപ്പെടാൻ പോകുന്നില്ല എന്നുള്ളതാണ്. ഇത് തെറ്റായ ഒരു കാഴ്ചപ്പാടാണ്. വീണ്ടെടുപ്പ് സാധ്യമാണ്. ഓരോ ദിവസവും ആയിരക്കണക്കിന് ആളുകൾ ലഹരി ഉപയോഗിച്ച് പുതിയ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. വീണ്ടെടുപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം, അതൊരു പൂർണ്ണതയല്ല. ഓരോ ദിവസവും നമ്മളെടുക്കുന്ന നല്ല തീരുമാനങ്ങളുടെ തീരുമാനങ്ങളാണ് ഇതിലേക്ക് കാഴ്ചമെടുക്കുന്നത്. അഥവാ ലഹരി ഉപയോഗിച്ച് അതിൽ നിന്നൊക്കെ മോചിതരായി വീണ്ടും ലഹരിയിലേക്ക് പോവുക എന്നുള്ളത് ഒരു പരാജയമല്ല. അത് നമുക്ക് ചികിത്സ കൂടുതൽ ശക്തമാക്കേണ്ട സൂചന മാത്രമാണ് നൽകുന്നത്. തീർച്ചയായിട്ടും ഒരു വാക്ക് നിങ്ങൾ എഴുതുക. എന്തുകൊണ്ടാണ് റിക്കവറി അല്ലെങ്കിൽ ഒരു
വീണ്ടെടുപ്പ് സാധ്യമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും റിക്കവറിയുടെ അല്ലെങ്കിൽ ഈ വീണ്ടെടുപ്പിൻ്റെ ചില ഘട്ടങ്ങളുണ്ട്, 5 ഘട്ടങ്ങൾ. അപ്പോൾ നമുക്കൊന്ന് ചർച്ച ചെയ്യാം. ഒന്നാമത്തെ ഘട്ടം, ഞാൻ ഇന്നാലിന്ന വസ്തുവിന് അടിമപ്പെട്ടു എന്നുള്ളത്, ഈ പ്രശ്നത്തെ അംഗീകരിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഗെയിം സ്ഥിരമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ സ്ഥിരമായി സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ MDMA അങ്ങനത്തെ എന്തെങ്കിലും വസ്തുക്കൾക്ക് അടിമപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ പ്രശ്നത്തെ അംഗീകരിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. രണ്ടാമത്തേത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റം തീരുമാനിക്കുക, ഐ വാണ്ട് ടു ചേഞ്ച്. മൂന്നാം ഘട്ടം ചികിത്സ ആരംഭിക്കുകയാണ്. നാലാം ഘട്ടം ഇതിന് ആൾട്ടർനേറ്റീവായിട്ടുള്ളൊരു പുതിയ ജീവിതശൈലി പഠിച്ചെടുക്കലാണ്. പിന്നെ ഈ വീണ്ടെടുത്തത് നിലനിർത്തി പോകുക എന്നുള്ളതാണ് 5-ാം ഘട്ടത്തിൽ നമ്മൾ ചെയ്യേണ്ടത്. ഇന്നത്തെ ഒരു ആക്ടിവിറ്റി, ഈ ഘട്ടത്തിൽ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ട് നിങ്ങൾക്ക് തോന്നുന്നൊരു ഘട്ടം ഏതാണ് എന്നുള്ളതൊന്ന് എഴുതി വെക്കുമോ. ലഹരി അടിമപ്പെട്ടവർക്ക് ലഹരിയിൽ നിന്ന് വിമുക്തരാവാൻ നിൽക്കുന്ന പ്രൊഫഷണൽ ചികിത്സ അതെങ്ങനെയാണ്? തീർച്ചയായിട്ടും അത് ഓരോ വ്യക്തികൾക്കും ഓരോ രോഗിക്കും അത് വ്യത്യസ്തമായിരിക്കും, ഓരോ വസ്തുവിനും വ്യത്യസ്തമായിരിക്കും. തീർച്ചയായും ഇതിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ മെഡിക്കൽ പരിശോധന നടക്കും, ഡീടോക്സിഫിക്കേഷൻ നടത്തും, കൗൺസിലിങ്, പിന്നെ മനഃശാസ്ത്ര ചികിത്സകൾ, പിന്നെ ആവശ്യമാണെങ്കിൽ മരുന്നുകൾ, കുടുംബ കൗൺസിലിങ്, പിന്നെ റീഹാബിലിറ്റേഷൻ, പിന്തുണ സപ്പോർട്ടിംഗ് ഗ്രൂപ്പുകൾ. പിന്നെ ഓരോ വ്യക്തികൾക്കും ഒരേ ചികിത്സയല്ല എന്നുള്ള പ്രത്യേകം മനസ്സിലാക്കാം. തീർച്ചയായിട്ടും നിങ്ങൾ തൊട്ടടുത്ത് ഇന്നത്തെ ഒരു ആക്ടിവിറ്റി എന്താ, ഒരു ട്രീറ്റ്മെൻറ്റ് സെൻറ്റർ, അഡിക്ഷൻ ട്രീറ്റ്മെൻറ്റ് സെൻറ്റർ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊന്ന് അറിയാം, അവരെന്തൊക്കെ സർവീസാണ് പ്രൊവൈഡ് ചെയ്യുന്നതിനെക്കുറിച്ച് അറിയാം. തീർച്ചയായിട്ടും ഒരു ലഹരി വിമുക്തരാകുമ്പം അവർക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കിട്ടുന്നൊരു ഏരിയ എന്ന് പറഞ്ഞാൽ അവർ കുടുംബത്തിൻ്റെ പിന്തുണയാണ്. ഒരു കുടുംബം ഒരുമിച്ചിരുന്ന് ഈ ഒരു കാര്യത്തിൽ മുതിരുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ വീണ്ടെടുപ്പ് പോസിബിളാണ്. ഒരു ജഡ്ജിങ്ങും ഇല്ലാതെ കുടുംബത്തെ, ഈ ഒരു പ്രശ്നം ബാധിച്ച ആൾക്കാരെ നമ്മൾ കേൾക്കുക എന്നുള്ളതാണ് ഫാമിലിയിൽ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്നുള്ളത്. കുറ്റപ്പെടുത്താതെ കേൾക്കുക, ചികിത്സക്ക് പ്രോത്സാഹിപ്പിക്കുക, ചെറിയ വിജയങ്ങൾ അവർ കൈവരിക്കുമ്പോൾ അത് ആഘോഷിക്കുക, ആരോഗ്യപരമായിട്ടുള്ളൊരു പരിധികൾ നിശ്ചയിക്കുക എന്നുള്ളതാണ്. കുടുംബവും ഈ രോഗിയോടൊപ്പം തന്നെ സുഖം പ്രാപിക്കുന്ന സാഹചര്യം ഉണ്ടാവും. തീർച്ചയായിട്ടും ലഹരിയിൽ നിന്നൊക്കെ മോചിതരായ വ്യക്തികൾ ഇപ്പം നമുക്ക് റീഹാബിലിറ്റേഷൻ സെൻറ്ററിലൊക്കെ പോയിട്ട് വീണ്ടും അതിലേക്ക് തന്നെ പോകുന്ന പല സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. തീർച്ചയായിട്ടും ഒരാൾ ലഹരി ഉപയോഗിച്ച് അത് നിർത്തി വീണ്ടും ലഹരിയിലേക്ക് പോകുക എന്നുള്ളത് അത് ഈ ഒരു പ്രോസസ്സിൻ്റെ അവസാനമല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഒരുപാട് ചികിത്സ ശേഷം പലരും ഇതിലേക്ക് പോകും. ഈ ഒരു ചികിത്സയ്ക്ക് ശേഷം വീണ്ടും ലഹരി ഉപയോഗിക്കുന്ന സാഹചര്യം വരുന്നതിന് ഇതിനെ റിലാപ്സ് എന്നാണ് പറയുന്നത്. ഇതൊരിക്കലും ജീവിതത്തിൻ്റെ അവസാനമല്ല. ഇത്തരം ഘട്ടത്തിൽ നമ്മൾ ചോദിക്കേണ്ടത് വീണ്ടും ഞാൻ ഇതിലേക്ക് തിരിച്ചു പോകാൻ എന്താണ് കാരണമായത് എന്നതാണ്. ഇനി അതിൽ എന്ത് മാറ്റമാണ് ഞാൻ വരുത്തേണ്ടത്? എനിക്ക് ഈ ഒരു കാര്യം മാറ്റിയെടുക്കാൻ ആരുടെ സഹായം ലഭിക്കും? നമ്മുടെ ജീവിതത്തിലെ ഓരോ പിഴവും നമ്മുടെ ഒരു പുതിയ പഠനമാണ്. തീർച്ചയായിട്ടും ഇന്നത്തെ ഒരു ആക്ടിവിറ്റി എന്താണ്? ഒരു 5 വാർണിംഗ് സൈൻസ്, വീണ്ടും മദ്യപിച്ചൊക്കെ നിർത്തിയതിന് ശേഷം വീണ്ടും അതിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള വ്യക്തികൾ കാണിക്കുന്ന ഒരു 5 വാർണിംഗ് സൈൻ ഒന്ന് അറിഞ്ഞിട്ട് മറ്റ് വ്യക്തികൾ കാണുന്നത് എന്താണ് എന്നതിനെക്കുറിച്ചൊന്ന് നിങ്ങൾ എഴുതുക. തീർച്ചയായിട്ടും ലഹരി ഉപയോഗിക്കുന്ന ഒരു വ്യക്തി അവർ പലപ്പോഴും വിചാരിക്കുന്നത് എൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ഇതാണെന്നാണ്. ലഹരിക്കപ്പുറമാണ് ജീവിതമുള്ളത്. എ ലൈഫ് ബിയോണ്ട് അഡിക്ഷൻ. നമ്മൾ ഒരു ലഹരിയിൽ നിന്ന് മോചിതരായി റിക്കവറി നേടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെറും ഒരു ഡ്രഗ്സ് നിർത്തൽ മാത്രമല്ല, മറിച്ച് അത് ഒരു അർത്ഥവത്തായിട്ടുള്ളൊരു ജീവിതത്തെ നിർമ്മിക്കൽ കൂടിയാണ്. അപ്പോൾ ഈ ലഹരി ഇല്ലാത്തൊരു ലോകത്ത് നമ്മൾ എന്തൊക്കെ കെട്ടിപ്പടുത്തണം? നമ്മുടെ ആരോഗ്യം, നമ്മുടെ മാനസിക സമാധാനം, കുടുംബ ബന്ധങ്ങൾ, നല്ല ജോലിയുള്ള പെർഫോമൻസ്, വിദ്യാഭ്യാസം, മറ്റുള്ളവരെ സഹായിക്കുക,
ജീവിത ലക്ഷ്യം, മറ്റുള്ളവരോട് നന്ദി കാണിച്ചൊരു മനസ്സ് എന്നിവയൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. നിങ്ങളുടെ ഭാവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഭൂതകാലത്തെക്കാൾ വലുതാണ് എന്ന് മനസ്സിലാക്കുക. തീർച്ചയായിട്ടും ഇന്നത്തെ ഒരു അസൈൻമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു പേഴ്സണൽ റിക്കവറി പ്ലാൻ തയ്യാറാക്കുക എന്നുള്ള, ഒരു വീണ്ടെടുപ്പ് യാത്രയുടെ ഒരു പദ്ധതി തയ്യാറാക്കുക എന്നുള്ള. ഞാൻ എന്തുകൊണ്ട് മാറണം, അതിൽ നമ്മൾ ഉൾപ്പെടുത്തണം. എന്തുകൊണ്ട് ഞാൻ മാറണം? എന്നെ സപ്പോർട്ട് ചെയ്യുന്ന, എന്നെ പിന്തുണക്കുന്നവർ ആരൊക്കെയാണ്? ഞാൻ ദിവസേന ചെയ്യേണ്ട നല്ല ശീലങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ അടിയന്തരമായി എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ബന്ധപ്പെടേണ്ടവർ ആരൊക്കെയാണ്? എൻ്റെ ദീർഘകാല ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? വീണ്ടും ലഹരിയിലേക്ക് പോകുന്നത് തടയാൻ വേണ്ടി, റിലാപ്സ് ഒഴിവാക്കാൻ വേണ്ടി ഞാൻ എന്തൊക്കെ മാർഗങ്ങളാണ് സ്വീകരിക്കേണ്ടത്? വീണ്ടെടുപ്പ് എന്നത് പഴയ ജീവിതത്തിലേക്ക് മടങ്ങുക മാത്രമല്ല, അതിലും മികച്ച ഒരു പുതിയ ജീവിതം സൃഷ്ടിക്കുക എന്നതാണ്. പ്രതീക്ഷ, ചികിത്സ, ആരോഗ്യപരമായ ശീലങ്ങൾ, കുടുംബത്തിൻ്റെയും സുഹൃത്തുക്കളുടെയും പിന്തുണ, തുടർച്ചയായ പരിശ്രമം എന്നിവയാണ് വീണ്ടെടുപ്പിൻ്റെ റിക്കവറിയുടെ അടിസ്ഥാനം. ശരിയായ ചികിത്സയും പിന്തുണയും ലഭിച്ചാൽ ലഹരിയിൽ നിന്ന് മോചിതരായി ആരോഗ്യപരമായും അർത്ഥവത്തമായ ജീവിതം നയിക്കാൻ കഴിയും എന്നുള്ളതാണ്. ലഹരി ഉപയോഗം നിർത്തിയല്ലടാ, കൺഗ്രാജുലേഷൻ. ഞാൻ കേട്ടു. അല്ല ഡോക്ടറെ, കഴിഞ്ഞ ദിവസേ എൻ്റെ ഒരു ഫ്രണ്ട് വന്നു, വീണ്ടും ഞാൻ അതിലേക്ക് പോയി വല്ലാത്ത കുറ്റബോധമുണ്ട്. വീണ്ടും ലഹരിയിലേക്ക് പോവാതിരിക്കാൻ, റിലാപ്സ് ഉണ്ടാകുന്നത് പ്രിവെൻറ്റ് ചെയ്യാൻ, നിങ്ങളുടെ ജീവിതത്തോട് ശക്തമായിട്ടുള്ള ഒരു ജീവിതം കെട്ടിപ്പടുത്താൻ എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു മോഡ്യൂളിൽ നമ്മളതാ പഠിക്കാൻ പോകുന്നത്. എന്താണ് വീണ്ടും തിരിച്ചു പോക്ക് അല്ലെങ്കിൽ റിലാപ്സ്? അതെന്തുകൊണ്ട് സംഭവിക്കുന്നു? എന്തൊക്കെയാണ് റിലാപ്സ് അല്ലെങ്കിൽ വീണ്ടും ലഹരി ഉപയോഗിക്കാനുള്ള പ്രേരണ ഉണ്ടാകുമ്പോൾ അതിൻ്റെ വാർണിംഗ് സൈൻസ് എന്തൊക്കെയാണ്? എന്തൊക്കെയാണ് ഇതിന് ട്രിഗറുകളാവുന്നത്? എന്തൊക്കെയാണ് ഇതിൻ്റെ ഹൈ റിസ്ക് സിറ്റുവേഷൻസ്? ഇതിനെ മറികടക്കാൻ ആരോഗ്യപരമായിട്ടുള്ള എന്തൊക്കെ മാർഗങ്ങൾ എനിക്ക് കെട്ടിപ്പടുത്താൻ പറ്റും? ഒരു പേഴ്സണലൈസ് ആയിട്ടുള്ള, ഒരു വ്യക്തികൾക്ക് അടിസ്ഥാനമായിട്ടുള്ള റിലാപ്സ് പ്രിവെൻഷൻ പ്ലാൻ എങ്ങനെ ഉണ്ടാക്കാം എന്നിവയൊക്കെയാണ് നമ്മൾ ഇതിൽ പഠിക്കാൻ പോകുന്നത്. എന്താണ് റിലാപ്സ്? ചികിത്സയ്ക്ക് ശേഷം വീണ്ടും ലഹരി ഉപയോഗിച്ചാൽ എല്ലാവരും വിചാരിക്കുക എല്ലാം അവസാനിച്ചു എന്നാണ്. അത് തെറ്റാണ്. വീണ്ടെടുപ്പിന് ശേഷം വീണ്ടും ലഹരി ഉപയോഗിക്കുന്നതിനെയാണ് റിലാപ്സ് എന്ന് പറയുന്നത്. നിർത്തിയതിന് ശേഷം വീണ്ടും ഉപയോഗിച്ച് പോവുക. ഇത് ജീവിതത്തിൽ ഒരിക്കലും പരാജയമല്ല. വീണ്ടും മുന്നോട്ട് എഴുന്നേറ്റ് പോകാനുള്ള ഒരു വലിയ അവസരമാണ്. നമ്മളിപ്പോൾ ഒരു സൈക്കിൾ പഠിക്കുകയാണെങ്കിൽ പല തവണ വീഴും, പിന്നെ എഴുന്നേൽക്കണം. ആ വീണിടത്ത് തന്നെ കിടന്നാലോ? അതുപോലെയാണ് ഈ റിലാപ്സ്. ഈ വീണ്ടെടുപ്പിലും ചിലർ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിട്ട് എന്ന് വരാം. ഇതിലെ പ്രധാന കാര്യം എന്നുള്ളത് ഇതിനൊക്കെ മറികടന്ന് വീണ്ടും ഈ തീരുമാനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നത്തെ ഒരു ആക്ടിവിറ്റി എന്താണെന്നറിയോ? പരാജയം നിങ്ങളെ പഠിപ്പിച്ച ഏറ്റവും കരുത്തുറ്റൊരു പാഠം എന്താണ് എന്നുള്ളത് എഴുതുകയാണ്. ഒരു ലഹരി ഉപയോഗം നിർത്തിയതിന് ശേഷം വീണ്ടും അതിലേക്ക് പോവാൻ പ്രേരിപ്പിക്കുന്ന അപകടകരമായിട്ടുള്ള സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്? അതിനെക്കുറിച്ച് നമ്മൾ ചില സാഹചര്യങ്ങളാണ് അതിന് കാരണമാകുന്നത്. ഇപ്പോൾ നമ്മൾ നിർത്തി, അപ്പോഴാണ് പണ്ട് കൂടെ ലഹരി അടിച്ച ഒരാളെ കാണുന്നത്. വീണ്ടും അതിനുള്ള പ്രേരണ വന്നു. ഇപ്പോൾ ഒരു പാർട്ടി പോകണം, അവിടെ നിങ്ങളെ അറിയുന്ന കുറേ ആൾക്കാർ അല്ലെങ്കിൽ മറ്റ് അപരിചിതരൊക്കെ അത് അടിക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്കതിന് പ്രേരണ വരാം. പിന്നെ മാനസിക സമ്മർദ്ദങ്ങൾ ഉണ്ടാവുക, ഒരു ഏകാന്തത, ഒറ്റപ്പെട്ട ഫീലിംഗ് ഉണ്ടാവുക, കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുക, സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക. ഇങ്ങനത്തെ പല കാര്യങ്ങളും ആയിരിക്കാം ചിലപ്പോൾ വീണ്ടും നമ്മളെ അതിലേക്ക് പ്രേരിപ്പിക്കുന്നത്. ഈ കാര്യങ്ങളെ തിരിച്ചറിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ഹൈ റിസ്ക് ആയിട്ടുള്ള ഇതുപോലെ സിറ്റുവേഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് തിരിച്ചറിയാം. തീർച്ചയായിട്ടും ലഹരി ഉപയോഗിച്ച വ്യക്തികൾക്ക് അത് നിർത്തിയതിന് ശേഷം വീണ്ടും അതിലേക്ക് പോവാതിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് ഇന്ന് പരിചയപ്പെടുത്തണം. അതിന് ഹാൾട്ട് മെത്തേഡ് എന്നാണ് പറയുക. നമുക്ക് ഇത് നിർത്തിയതിന് ശേഷം വീണ്ടും അതിലേക്ക് പോവാനുള്ള
സാഹചര്യങ്ങളുണ്ടോ എന്ന് തിരിച്ചറിയുക ഈ ഹാൾട്ടാണ്. ഇതിൽ ഹാൾട്ട് എന്ന് പറഞ്ഞാൽ എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹംഗ്രി എന്നാണ്, ശക്തമായിട്ടുള്ള വിശപ്പ്. ഒരിക്കലും നമുക്ക് വേണ്ട പ്രോപ്പറായിട്ടുള്ള മീൽസ് നമ്മൾ അവഗണിക്കരുത്. എ എന്നത് ഇതിൽ ആംഗ്രിയാണ്. തീർച്ചയായിട്ടും ദേഷ്യത്തോട് നമ്മൾ ആരോഗ്യപരമായ രീതിയിൽ പരിഗണിക്കുക. എൽ എന്ന് പറഞ്ഞാൽ ഹാർട്ടിലെ എല്ല് ലോൺലിയാണ്, ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യം ഫീൽ ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യുക, നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന നമുക്ക് സ്നേഹം നൽകുന്ന വ്യക്തികളുമായിട്ട് നമ്മൾ ഒരു കണക്ഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇതിലെ ടി എന്ന് പറഞ്ഞാൽ ടയേർഡാണ്, നന്നായി ഉറങ്ങുക. നമ്മൾ എന്താ പറയുക, ഒരു ബുദ്ധിക്ക് വല്ലാത്തൊരു എക്സോഷൻ ഉണ്ടാകുമല്ലോ, അതുണ്ടാവുന്നത് തടയുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇന്നത്തെ ഒരു ആക്ടിവിറ്റി എന്താണ്, നമുക്ക് നമ്മുടേതായൊരു ഹാർട്ട് ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ലഹരി ഉപയോഗിച്ചിട്ട് വീണ്ടും അതിലേക്ക് പോകുന്നത് തടയാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട കുറച്ച് ആരോഗ്യപരമായിട്ടുള്ള പ്രതിരോധ മാർഗ്ഗങ്ങൾ പറഞ്ഞു തരാം എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മാനസിക സമ്മർദ്ദങ്ങൾ ഒഴിവാക്കാൻ പറ്റുമോ? അത് ഒഴിവാക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിനെ നേരിടാൻ വേണ്ടിയിട്ടുള്ള ആരോഗ്യപരമായിട്ടുള്ള മാർഗ്ഗങ്ങൾ അനുവർത്തിക്കുക എന്നുള്ളതാണ്. വ്യായാമം, ധ്യാനം ചെയ്യുക, പ്രാർത്ഥന, നടത്തം, ഡയറി എഴുതുക, വായന, സംഗീതം, ഇതുപോലുള്ള കാര്യങ്ങളിലൂടെയൊക്കെ സുഹൃത്തുക്കളുമായി സംസാരിക്കുക, കൗൺസിലിംഗ്. ഇന്നത്തെ ഒരു ആക്ടിവിറ്റി എന്താണ്, നിങ്ങൾക്ക് ആരോഗ്യപരമായിട്ട് ഇതുപോലുള്ള ടെംപ്റ്റേഷനുകളെ മറികടക്കാൻ വേണ്ടിയിട്ടുള്ള ആരോഗ്യമായിട്ടുള്ള ഒരു ടൂൾ കിറ്റ് ഉണ്ടാക്കിയിട്ട് കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഒരു ലഹരിക്കുന്ന ഒരാൾ വിമോചിതരാവണമെങ്കിൽ അവർക്ക് കെട്ടിപ്പടുത്തേണ്ട ഒരു സംഭവം നല്ലൊരു സപ്പോർട്ടിംഗ് നെറ്റ്വർക്ക്, പിന്തുണക്കുന്ന ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഒരു മനുഷ്യനും ഒറ്റക്ക് റിക്കവറി ആവാൻ പറ്റില്ല. റിക്കവറി സ്ട്രോങ് ആവുന്നത് എപ്പോഴാണ്, നല്ലൊരു സഹായിക്കാനും സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു നെറ്റ്വർക്ക് ഉണ്ടാകുമ്പോഴാണ്. നിങ്ങളുടെ സപ്പോർട്ടിംഗ് നെറ്റ്വർക്കിൽ പിന്തുണാ ശൃംഖലയിൽ ആരൊക്കെ ഉണ്ടാവണം? കുടുംബം ഉണ്ടാവണം, നല്ല സുഹൃത്തുക്കളുണ്ടാവണം, ഡോക്ടർമാരുണ്ടാവണം, കൗൺസിലർമാരുണ്ടാവണം, അധ്യാപകരുണ്ടാവണം, മെൻറ്റർമാരുണ്ടാവണം, നിങ്ങളൊരു പിന്തുണ ഗ്രൂപ്പ് ഉണ്ടാവണം. ഇതിൽ നിന്നൊക്കെ മോചിതരായിട്ടുള്ള വ്യക്തികൾ, ആൽക്കഹോളിക് അനോണിമസ് ഗ്രൂപ്പൊക്കെ അല്ല. അതുപോലെ സഹായം ചോദിക്കുന്നത് ഒരിക്കലും ഒരു പരാജയമല്ല, അതൊരു ധൈര്യത്തിൻ്റെ അടയാളമാണ്. ഇന്നത്തെ ഒരു ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു 5 വ്യക്തികളുടെ പേര് എഴുതി വെക്കുക എന്നുള്ളതാണ്. ഇനി ഒരു ആൽക്കഹോളോ അല്ലെങ്കിൽ ലഹരിയൊക്കെ ഉപയോഗിച്ചിട്ട് അതിലേക്ക് വീണ്ടും പോകുന്ന റിലാപ്സ്, തിരിച്ചു പോകുന്നത് തടയാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രതിരോധ പദ്ധതിയെക്കുറിച്ച്, ഒരു പ്രിവെൻഷൻ പ്ലാനിനെ കുറിച്ചാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. എല്ലാ വ്യക്തികളും ഇതുപോലെ ഒരു പദ്ധതി എഴുതി തന്നെ വെക്കണം. അതിൽ ഉൾപ്പെടുത്തേണ്ടത് എന്താണ്, എനിക്ക് ലഹരി ഉപയോഗിക്കാൻ കാരണമായ ട്രിഗറുകൾ ഏതൊക്കെയാണെന്നുള്ളത് എഴുതി വെക്കണം. എനിക്ക് ലഹരി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന മുന്നറിയിപ്പ് ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, ലഹരി കിട്ടാൻ വേണ്ടിയിട്ട് എനിക്കുണ്ടാകുന്ന ആസക്തിയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, എൻ്റെ ജീവിതത്തിലെ നല്ല ശീലങ്ങൾ എന്തൊക്കെയാണ്, ഞാൻ അടിയന്തരമായി ബന്ധപ്പെടേണ്ടത് ആരൊക്കെയാണ്, എനിക്ക് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മറ്റു മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണ്, എൻ്റെ ഓരോ ആഴ്ചയിലൂടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്, നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ മാസാന്തരങ്ങളിലും ഒന്ന് വിലയിരുത്താൻ വേണ്ടി നോക്കുക. ഇന്നത്തെ ഒരു പ്രാക്ടിക്കൽ അസൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 90 ദിവസത്തെ 90 ഡേയ്സ് റിലാപ്സ് പ്രതിരോധ പദ്ധതി തയ്യാറാക്കുക എന്നുള്ളതാണ്. അതിൽ നിങ്ങൾ ഉൾപ്പെടുത്തേണ്ടത് എന്താണ്, നിങ്ങളുടെ ഓരോ ദിവസത്തെയും ഒരു റുട്ടീൻസ്, രാവിലെ എന്ത് ചെയ്യണം, രാവിലെ വ്യായാമം ചെയ്യുക, അങ്ങനത്തതൊക്കെ ആയിട്ട് എഴുതി വെക്കുക എന്നുള്ളതാണ്. 2 വ്യായാമം കറക്റ്റായിട്ട് ചെയ്യുക. നിങ്ങൾ ഉറക്കം നിങ്ങൾ നിശ്ചിത സമയത്ത് തന്നെ നിശ്ചയിക്കുക, നിശ്ചിതത്തിന് ഉണരുകയും ചെയ്യുക. ആരോഗ്യപരമായിട്ടുള്ളൊരു ഭക്ഷണം പ്ലാൻ ഉണ്ടാക്കുക. നിങ്ങൾക്ക് പിന്തുണ നൽകുന്ന വ്യക്തികളുമായിട്ടുള്ള സപ്പോർട്ട് ഉണ്ടാക്കുക. ആഴ്ച തോറുമുള്ള ഒരു വിലയിരുത്തൽ ഉണ്ടാക്കിയെടുക്കുക. നിങ്ങളെ കൊച്ചു കൊച്ചു വിജയങ്ങൾക്ക് ചെറിയ ചെറിയ സമ്മാനങ്ങൾ നൽകുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും റിലാപ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസാനമല്ല, കൂടുതൽ ശക്തമായി മുന്നോട്ട് പോകാനുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്. ദീർഘകാല വീണ്ടെടുപ്പ് നിലനിർത്താൻ മുൻകരുതലും സ്വയംബോധവും ആരോഗ്യപരമായിട്ടുള്ള ദിനചര്യയും കുടുംബ സുഹൃത്ത് പിന്തുണയും അനിവാര്യമാണ്. റിലാപ്സ് പ്രതിരോധം ഒരു ജീവിതകാല
നൈപുണ്യമാണ്. അത് വ്യക്തിയെ തൻ്റെ പുരോഗതി സംരക്ഷിക്കാനും ആരോഗ്യപരവും അർത്ഥവത്തുമായ ഭാവിയിലേക്ക് മുന്നേറാനും സഹായിക്കും എന്നുള്ളതാണ്. ലഹരിയില്ലാത്ത അർത്ഥവത്തായിട്ടൊരു ജീവിതം നമുക്ക് നിർമ്മിക്കാം. ലഹരി വിമുക്തിക്ക് വേണ്ടി നമ്മൾ തയ്യാറാക്കിയ കോഴ്സിൻ്റെ അവസാനത്തെ മോഡ്യൂളാണിത്. ഈ മോഡ്യൂൾ പഠിച്ചു കഴിയുമ്പം നമ്മൾ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾക്ക് വേണ്ടി, നമ്മൾ മറ്റുള്ളവർക്ക് മാറ്റങ്ങൾക്ക് വേണ്ടിയുള്ള വലിയൊരു തയ്യാറെടുപ്പിനാണ് ഇവിടെ തയ്യാറാവുന്നത്. ജീവിതത്തിൽ എന്തുകൊണ്ട് നമുക്ക് ലക്ഷ്യങ്ങളുണ്ടായിരിക്കണം, എന്തുകൊണ്ട് നമ്മൾ ആരോഗ്യപരമായിട്ടുള്ള ശീലങ്ങൾ ഉണ്ടാക്കിയെടുക്കണം, എങ്ങനെ നമുക്ക് റെസിലിയൻസ് അഡിക്ഷനെതിരെ ഉണ്ടാക്കിയെടുക്കാം, എങ്ങനെ നമ്മുടെ ശാരീരികവും മാനസികവും സാമൂഹികവും ആത്മീയവുമായിട്ടുള്ള ജീവിതത്തെ ഇമ്പ്രൂവ് ചെയ്യാം, എങ്ങനെ ഒരു ജീവിതകാലം മുതൽ നിലനിൽക്കുന്ന ഒരു പേഴ്സണൽ വെൽനെസ് പ്ലാൻ ക്രിയേറ്റ് ചെയ്യാം. അവസാനത്തെ ഈ മോഡ്യൂളിൽ എങ്ങനെ നമുക്ക് ഒരു ജീവിതത്തിൽ ഒരു അർത്ഥവത്തായിട്ടുള്ളൊരു ജീവിതം കെട്ടിപ്പടുത്താം എന്നുള്ളതാണ്. ഒരു നിമിഷം നിങ്ങളൊന്ന് ചിന്തിക്കാം. എല്ലാ ദിവസവും ഉത്സാഹത്തോടെ നിങ്ങൾ എഴുന്നേൽക്കുന്നു. ഒന്ന് ചിന്തിക്കുക. നല്ല ആരോഗ്യം, സ്നേഹമുള്ള കുടുംബം, നല്ല പ്ലസൻ്റായി വർക്ക് ചെയ്യുന്നൊരു ജോലി, നല്ല മനസ്സമാധാനം, ഇതല്ലേ നമ്മുടെ ജീവിതത്തിൻ്റെ യഥാർത്ഥ വീണ്ടെടുപ്പ്? ലഹരി നിർത്തുന്നത് മാത്രമല്ല ഒരാളുടെ ലക്ഷ്യം എന്നുള്ളത്, ഈ ജീവിതത്തെ വീണ്ടെടുക്കലാണ്. ലഹരിക്കിടമില്ലാത്ത ഒരു ജീവിതം നിർമ്മിക്കുകയാണ്. നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് പണമല്ല, അത് ആരോഗ്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇന്നത്തെ ഒരു ആക്ടിവിറ്റി എന്താണെന്നറിയോ? ഒരു സെൻറ്റൻസ് എഴുതുക. എന്താണ് എൻ്റെ സ്വപ്ന ജീവിതം? എങ്ങനെയാണ്? നമ്മളിപ്പോൾ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുമ്പോൾ ഒരു പ്ലാൻ ഉണ്ടാക്കുമല്ലോ. എൻ്റെ സ്വപ്ന ജീവിതം എങ്ങനെയാവണം എന്നതിനെക്കുറിച്ചൊരു പ്ലാൻ ഉണ്ടാക്കുക. നമ്മുടെ ജീവിത ലക്ഷ്യം വീണ്ടെടുക്കുക എന്നുള്ളതാണ്. നമ്മളിവിടെ വെറുതെ ജീവിച്ച് പോകാൻ വേണ്ടി ജനിച്ചവരാണോ? ഒരു മനുഷ്യനായി ജനിക്കുക എന്ന് പറയുന്നത് എത്ര വലിയൊരു മഹാത്ഭുതമാണ്. ലോകത്ത് അതിലും വലിയ എന്തൊരു മഹാത്ഭുതമാണ് ഉള്ളത്. ഇത്രയും വലിയൊരു ജീവിതം കിട്ടിട്ട് ഇത് അലക്ഷ്യമായി ലഹരിയും മറ്റും ഉപയോഗിച്ചങ്ങ് തീർക്കാനുള്ളതാണോ? നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം നമ്മൾ കണ്ടെത്തണം. ജീവിതത്തിന് വ്യക്തമായ ലക്ഷ്യമുള്ള ആൾക്കാർ ഒരു കാരണവശാലും തെറ്റായ തീരുമാനങ്ങൾ എടുക്കാനുള്ള സാധ്യത കുറവാണ്. സ്വയം ചോദിക്കുക, ഞാൻ എന്തിനാണ് ജീവിക്കുന്നത്? എൻ്റെ ജീവിതം ആരെ സഹായിക്കും? എൻ്റെ സമൂഹത്തിന് എൻ്റെ ജീവിതം എന്ത് നൽകും? ലക്ഷ്യം ജീവിതത്തിന് ദിശ നൽകുന്നു. ദിശ അച്ചടക്കം നൽകുന്നു. അച്ചടക്കം വിജയത്തിലേക്ക് നയിക്കുന്നു. ഇന്ന് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങളുടെ ജീവിതത്തിൻ്റെ, നമ്മളൊരു രാജ്യത്തിൻ്റെ ഒരു ഭരണഘടന ഉള്ളതുപോലെ നമ്മളൊരു ലൈഫ് മിഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമ്മൾ ലഹരിയിൽ നിന്നൊക്കെ വിമുക്തരായി വരുമ്പോൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ആൾട്ടർനേറ്റീവ്സുകളാണ്. ആരോഗ്യപരമായിട്ടുള്ളൊരു ദിനചര്യ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധ്യമാവണം. വിജയം എന്ന് പറഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ടുണ്ടാകുന്ന ഒന്നല്ല. ചെറിയ ചെറിയ നല്ല തീരുമാനങ്ങളിലൂടെയാണ് അതുണ്ടാകുന്നത്. ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ദിവസേന ഒന്ന് നേരത്തെ എഴുന്നേൽക്കുക, വ്യായാമം ചെയ്യുക, നല്ല ഭക്ഷണം കഴിക്കുക, ധാരാളം വെള്ളം കുടിക്കുക, നല്ല ഉറക്കം ഉറങ്ങുക, പുസ്തക വായന ഉണ്ടാകുക, കുടുംബത്തോടൊപ്പം സമയം ചിലവഴിക്കുക, മൊബൈൽ ഉപയോഗം കുറയ്ക്കുക, ജീവിതത്തിൽ നന്ദി പറയാൻ പഠിക്കുക. ഇന്നത്തെ ഒരു ആക്ടിവിറ്റി എന്താണെന്നറിയോ? നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു സ്വപ്ന മോർണിംഗ് റുട്ടീൻ തയ്യാറാക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ലഹരിയില്ലാത്ത ലോകത്ത് ഊഷ്മളമായി വരുന്ന നല്ല ബന്ധങ്ങളെന്നാണ്. എങ്ങനെ ഒരു നല്ല ബന്ധങ്ങൾ രൂപപ്പെടുത്തിയെടുക്കാം? നിങ്ങളുടെ സുഹൃത്തുക്കൾ നിങ്ങളുടെ ഭാവിയെ സ്വാധീനിക്കുന്നു. നല്ല സുഹൃത്തുക്കൾ നല്ല കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കും, ബഹുമാനിക്കും, വിജയം ആഘോഷിക്കും. തെറ്റുകൾ സ്നേഹത്തോടെ ചൂണ്ടിക്കാണിച്ചു തരും. തെറ്റായ ശീലങ്ങളിലേക്ക് നിങ്ങളെ നയിക്കുന്നതിൽ നിന്ന് അവർ നിങ്ങളെ പിന്തിരിപ്പിക്കും. തീർച്ചയായിട്ടും നിങ്ങളെ സ്വാധീനിച്ച ഒരു 5 വ്യക്തികളുടെ പേര് എഴുതി വെക്കുക. തീർച്ചയായിട്ടും ലഹരിയിൽ നിന്ന് വിമുക്തരായി വളരെ അർത്ഥവത്തായൊരു ജീവിതത്തിലേക്ക് തിരികെ വന്നൊരു വ്യക്തി. ഇനി നമുക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യം, സമൂഹത്തിന് എന്ത് നമുക്ക് തിരിച്ചു നൽകാൻ പറ്റുമെന്നുള്ളതാണ്. മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളതാണ് ലഹരിയില്ലാത്തൊരു ലോകത്ത്
ഏറ്റവും മികച്ച മാർഗം. സന്നദ്ധ സേവനത്തിന് തയ്യാറാകുക എന്നുള്ളതാണ്. കുട്ടികളെ പഠിപ്പിക്കുക, രോഗികളെ സഹായിക്കുക, സമൂഹത്തിനായി പ്രവർത്തിക്കുക, മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിനും കൂടുതൽ അർത്ഥം ലഭിക്കുന്നു എന്നുള്ളതാണ്. ഇന്നത്തെ ഒരു ആക്ടിവിറ്റി, ഒരു സമൂഹത്തിന് ഉചിതമായി എന്തൊരു കമ്മ്യൂണിറ്റി സർവീസ് നമുക്ക് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും നമ്മളുടെ ഈ ഒരു കോഴ്സ് ഇവിടെ പൂർത്തീകരിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ ഒരു കോഴ്സിനെ എന്നെ പ്രേരിപ്പിച്ചത് നമ്മുടെ കേരള സർക്കാർ പടുത്തുയർത്തിയ ഓപ്പറേഷൻ തൂഫാനും, ഒരു ദിവസത്തിൽ എന്നെ പ്രത്യേക ആ ഒരു ദിവസം ലഹരി വിരുദ്ധ ദിനത്തിൽ എന്നോട് ക്ലാസ് എടുക്കാൻ വേണ്ടി പറഞ്ഞതുകൊണ്ടും അതിനനുസരിച്ച് ഒരു തയ്യാറാക്കുന്നതുകൊണ്ട് ഈ ഒരു കോഴ്സിലേക്ക് എന്നെ വഴി നടത്തിയത്. തീർച്ചയായിട്ടും ഈ മോഡ്യൂളിൻ്റെ അവസാനത്തെ ഈ ഒരു ചാപ്റ്ററോട് കൂടി ഇവിടെ കുറേ കാര്യങ്ങൾ കേട്ട് പോവുകയല്ല നമ്മൾ ചെയ്തത്. നമ്മുടെ ഒരു പുതിയ ജീവിതം ഇന്ന് ആരംഭിക്കുകയാണ്. ഒരു നിമിഷം നിങ്ങളൊന്ന് കണ്ണടക്കുക. പത്ത് വർഷത്തിന് ശേഷമുള്ള നിങ്ങളുടെ ജീവിതത്തെ ഒന്ന് സങ്കല്പിക്കുക. ആരോഗ്യമുള്ള, വിജയകരമായ, സന്തോഷമുള്ള, മറ്റുള്ളവരെ സഹായിക്കുന്ന ഒരു ജീവിതം. ഇനി മറ്റൊരു ജീവിതം ചിന്തിക്കുക. ലഹരി, കുടുംബ പ്രശ്നങ്ങൾ, സ്വപ്നങ്ങൾ നഷ്ടപ്പെട്ട ജീവിതം. ഏത് ജീവിതമാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത്? നിങ്ങളുടെ പുതിയ ജീവിതം ഇന്ന് ആരംഭിക്കുകയാണ്. തീർച്ചയായും ഇന്ന് നമ്മൾ പ്രാക്ടിക്കലായിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പോയിട്ടാണ്. നിങ്ങളെ ലൈഫ് ട്രാൻസ്ഫോമിങ് പ്ലാനുകൾ തയ്യാറാക്കുകയാണ്. ഇതിൽ നിങ്ങൾ ഉൾപ്പെടുത്തേണ്ടത് എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ്, എൻ്റെ ജീവിതത്തിൻ്റെ മൂല്യങ്ങൾ എന്താണ്, എൻ്റെ ശക്തികൾ എന്താണ്, എൻ്റെ നല്ല ശീലങ്ങൾ എന്തൊക്കെയാണ്, 5 വർഷത്തെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്, എന്നെ പിന്തുണക്കുന്ന വ്യക്തികൾ, എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ആരൊക്കെയാണ്, ലഹരിയിലേക്ക് വീണ്ടും തിരിച്ചു പോകുന്ന റിലാപ്സ് പ്രതിരോധ പദ്ധതി എന്തൊക്കെയാണ്, എനിക്ക് എങ്ങനെ സമൂഹത്തെ സേവിക്കാൻ പറ്റും, സമൂഹ സേവന പദ്ധതി എന്താണ്, ലഹരിയില്ലാത്ത ജീവിതത്തിലുള്ള എൻ്റെ പ്രതിജ്ഞ എന്താണ്. തീർച്ചയായിട്ടും നമുക്കൊരു പ്രതിജ്ഞ എടുക്കാം. ഇന്ന് ഞാൻ ലഹരിക്ക് പകരം ആരോഗ്യം, നിരാശയ്ക്ക് പകരം പ്രതീക്ഷ, ഭയത്തിന് പകരം ധൈര്യം, പ്രലോഭനത്തിന് പകരം ജീവിത ലക്ഷ്യം തിരഞ്ഞെടുക്കുന്നു. എൻ്റെ ശരീരത്തെയും മനസ്സിനെയും ഞാൻ സംരക്ഷിക്കും. സഹായം ആവശ്യമുള്ളവരെ പിന്തുണക്കും. ലഹരിയില്ലാത്ത ജീവിതത്തിന് മറ്റുള്ളവർക്ക് പ്രചോദനമാകും. ഈ ഒരു സമയം നിങ്ങൾ അഡിക്ഷൻ ആൻഡ് അവെയർനെസ് റിക്കവറി മാസ്റ്റർ ക്ലാസ് വിജയകരമായി പൂർത്തിയാക്കി. അറിവ് മാത്രം മതിയാകില്ല, അത് ജീവിതത്തിൽ പ്രാവർത്തികമാകുമ്പോഴാണ് യഥാർത്ഥ മാറ്റമുണ്ടാകുന്നത്. ഓരോ നല്ല തീരുമാനവും നിങ്ങളുടെ ഭാവിയെ ശക്തിപ്പെടുത്തുകയും മറ്റുള്ളവർക്ക് പ്രചോദനമാവുകയും ചെയ്യും. ഗുഡ് ലക്ക്.